സ്ത്രീകൾ ചേർന്നിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഏകദേശമായിട്ട് വിഷയം ഊഹിച്ചിട്ടുണ്ടാവും. ഇത് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്ത്രീ എഴുത്തുകാരുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു വിഷയമാണ് ഇവർ കാര്യമായിട്ട് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കാലങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് അതിരുകളും അരുതുകളും താണ്ടുന്ന പെണ്ണെഴുത്ത് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. നമുക്കറിയാം, പുറപ്പെട്ടു പോകുന്ന സ്ത്രീ എന്നത് എല്ലാ കാലത്തും നമ്മുടെ സമൂഹത്തെ വളരെ അസ്വസ്ഥമാക്കിയ ഒരു സംഗതിയാണ്. എന്ന് വെച്ച് നമ്മുടെ സ്ത്രീകളാരും വീട് വിട്ട് പുറത്തു പോകാതിരുന്നിട്ടില്ല, എഴുതാതിരുന്നിട്ടില്ല, കലകളിൽ പ്രവർത്തിക്കാതിരുന്നിട്ടില്ല, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാതിരുന്നിട്ടില്ല. പക്ഷെ അപ്പോഴും അതിൻ്റേതായ എല്ലാ ബുദ്ധിമുട്ടുകളും അവർ അനുഭവിച്ചിട്ടുമുണ്ട്. എന്തായാലും നമുക്ക് നേരെ സെഷനിലേക്ക് കിടക്കാം. നമ്മുടെ കൂടെയുള്ള ആളുകളെ നേരത്തെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. അപ്പം വളരെയധികം വർഷങ്ങളായിട്ട് അവർ വിദേശത്ത് താമസിക്കുന്നവരാണ്, പ്രവാസികളാണ്, ദേശത്തിൻ്റെ അതിരുകൾ താണ്ടിയവരാണ്. അതിൽ 4 പേരും അതെ, 3 പേര് UAE ആണ്, ഒരാൾ US-ലാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു സ്ത്രീ ദേശത്തിൻ്റെ അതിരുകൾ താണ്ടി പോകുന്നത് അല്ലെങ്കിൽ പോകേണ്ടി വരുന്നത്, അതുപോലെ തങ്ങളുടെ എഴുത്തിൽ എങ്ങനെയാണ് അവർ തങ്ങളുടേതായ അതിരുകളെല്ലാം ഭേദിക്കുന്നത്, അത് എനിക്ക് തോന്നുന്നു അവരിൽ നിന്ന് തന്നെ നമുക്ക് അറിയാമെന്ന് തോന്നുന്നു. അപ്പം എങ്ങനെയാണ്, അതായത് ഇതിൽ എനിക്ക് തോന്നുന്നത് സോണിയ അടക്കം ഉള്ള ആളുകൾ പ്രവാസ ജീവിതം തുടങ്ങിയ ശേഷം എഴുതി തുടങ്ങിയ ആളാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളുണ്ട്, സജീവമായി പ്രവാസ ജീവിതത്തിൽ എഴുതുന്ന ആളുകളുണ്ട്. അതിൽ മലയാളത്തിൽ എഴുതുന്നവരും മലയാളത്തെക്കുറിച്ച് എഴുതുന്നവരുണ്ട്. അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ പ്രവാസ ജീവിതം നിങ്ങളുടെ എഴുത്തിനെ സ്വാധീനിച്ചത്, സഹായകരമായത്? ആരെങ്കിലും തുടങ്ങിയുള്ളൂ? ഷീല ചേച്ചി പറഞ്ഞോ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അതിരുകൾ താണ്ടുന്ന പെണ്ണെഴുത്ത്. നമുക്കറിയാം, അതിരുകൾ താണ്ടുന്ന പെണ്ണുങ്ങളെക്കുറിച്ച് നമ്മൾ മലയാള സാഹിത്യത്തിൽ അധികം എഴുതപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് എഴുതപ്പെട്ടിട്ടില്ല. നമ്മൾ ആദ്യം നിർമ്മല പോലെ US-ലേക്ക് കടന്നു പോയ നഴ്സുമാരുടെ കഥകൾ കേട്ടു, പിന്നെ ബെന്യാമിൻ്റെ നിശബ്ദ സഞ്ചാരങ്ങൾ കേട്ടു, അതുപോലെയുള്ള കഥകൾ നമ്മൾ കേട്ടു. അതിരുകൾ താണ്ടിപ്പോകുന്ന സ്ത്രീകളെക്കുറിച്ചുള്ള കുറേ പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, അക്കാദമിക് തലത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷേ അതിരുകൾ താണ്ടിപ്പോകുന്ന പെണ്ണുങ്ങളെക്കുറിച്ചുള്ള എഴുത്തുകൾ അധികം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിരുകൾ കടന്നു പോയ ഞങ്ങൾ എന്താണ് എഴുതുന്നത് എന്ന ഒരു ചോദ്യം ഇപ്പോൾ ഉയർന്നു വരികയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു, അതിരുകൾ താണ്ടി അരുതുകൾ താണ്ടി ഒരേ സമയത്ത് കടന്നു പോകുന്ന പെണ്ണുങ്ങൾ രേഖപ്പെടുത്തുന്ന ചില ചിത്രങ്ങൾ നമ്മുടെ നാട്ടിലുള്ള, അല്ലെങ്കിൽ അടുക്കളയിൽ നിന്നും അരങ്ങത്തും അതിൽ നിന്ന് വേദികളിലേക്കും ഒക്കെ എത്തുന്ന സ്ത്രീകളുടെ അപ്പുറത്തേക്ക് എന്ത് കാഴ്ചകളാണ് ഞങ്ങൾക്ക് നൽകുവാനുള്ളത് എന്നതിന് അനുസരിച്ചാണ് ഈ സ്ത്രീകളുടെ എഴുത്തുകളെ കാണേണ്ടത് എന്നെനിക്ക് തോന്നുന്നു. ഞാനിപ്പം റിനി പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ എഴുതി തുടങ്ങിയതാണ്. പ്രവാസത്തിന് മുമ്പും പ്രവാസത്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പും എഴുതി തുടങ്ങിയതാണ്. ഒരു 25 വർഷത്തോളം പ്രവാസിയായിരുന്ന, ഒരു വീട്ടമ്മയായിരുന്ന, ഉദ്യോഗസ്ഥയായിരുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഇതിനിടയിൽ 2 നോവലുകളും ഒരു ചെറുകഥാസമാഹാരമൊക്കെയാണ് മലയാള ഭാഷയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ചെറുപ്പത്തിലേ എഴുതുന്ന ശീലമുണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടം മുതൽ എഴുതിക്കൊണ്ടിരുന്നു. പക്ഷേ എഴുത്ത് എന്ന് പറയുന്നത് ഒരു പാഷനായി കണ്ടു തുടങ്ങിയതും, അല്ലെങ്കിൽ എഴുത്തിലേക്ക് സീരിയസ് ആയി കടന്നു വന്നതും പ്രവാസത്തിൽ ചെന്നതിന് ശേഷം മാത്രമാണ്. നമുക്കറിയാം, ഗീതാഞ്ജലി ശ്രീ ടോംബഫ് സാൻഡ് എഴുതിയ ഗീതാഞ്ജലി ശ്രീ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളും അതിരുകളും ഉണ്ടെങ്കിൽ കഥകൾ താനേ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ അമ്മമാരാണ് ഏറ്റവും നല്ല കഥ പറച്ചിലുകാർ. അപ്പോൾ അതിരുകൾ താണ്ടി നമ്മൾ പോയി കഴിയുമ്പോൾ ഈ ചുറ്റുവട്ടത്തിൽ കാണാത്ത ഒരുപാട് കാഴ്ചകൾ, പുതിയ മനുഷ്യർ, പുതിയ ലോകം, പുതിയ സംസ്കാരം എല്ലാം കാണാൻ സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ എഴുത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന, വേദിയിലിരിക്കുന്ന ഓരോരുത്തരുടെയും എഴുത്തുകളിൽ, അതുപോലെ നമ്മളുടെ എന്താ പറയുക, ഇന്ത്യക്കപ്പുറത്തേക്കുള്ള അല്ലെങ്കിൽ കേരളത്തിനൊക്കെ അപ്പുറത്തേക്കുള്ള ഒരുപാട് കാഴ്ചകൾ, ഒരുപാട് മനുഷ്യരൊക്കെ കാണാൻ കഴിയും. നമുക്കറിയാം, ഒടുവിലത്തെ ആകാശവും കടന്ന് പക്ഷികൾ എങ്ങോട്ട് പറക്കും എന്ന് ചോദിച്ചത് പലസ്തീനി പോരാട്ടത്തിൻ്റെ
കവിയായ മഹമ്മൂദ് ദർവീഷാണ്. അപ്പം ഒടുവിലത്തെ ആകാശവും കടന്നു പോകുന്ന പെണ്ണുങ്ങൾ, ഇപ്പോൾ എൻ്റെ ഒരു നോവലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്വന്തം വീട്ടിൻ്റെ പടി ഇറങ്ങുമ്പോഴേ ഒരുവൾ പ്രവാസിനിയായി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പ്രവാസത്തിലേക്ക് കടന്ന് വീട്ടിൽ നിന്ന് ഇറക്കുമ്പോഴേ പ്രവാസിനിയാവുന്ന സ്ത്രീകൾ വീണ്ടും പ്രവാസത്തിലേക്ക് കടന്നു വരുമ്പം നമുക്ക് ആദ്യം അനുഭവപ്പെടുന്ന ആകുലത വീടിനെക്കുറിച്ചും നാടിനെക്കുറിച്ചുമുള്ള ആകുലതയാണ്. റൂസോയുടെ വാക്കുകളിൽ പറഞ്ഞാൽ, നമ്മളൊരു ഗ്രീഷ്മത്തിൽ അല്ലെങ്കിൽ ശരത്കാലത്തിരിക്കുമ്പോഴാണ് നമ്മൾ വസന്തത്തെക്കുറിച്ച് എഴുതാൻ തോന്നുക, അല്ലെങ്കിൽ നമ്മൾ മതിലുകൾക്കുള്ളിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എഴുതാൻ തോന്നുക. അതുപോലെ എനിക്ക് തോന്നുന്നു എഴുത്ത് എന്ന് പറയുന്ന പ്രക്രിയയിൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് അകന്നു പോകുന്നവർ നാടിനെ കൂടുതൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും നാടിനെക്കുറിച്ച് എഴുതുകയും ചെയ്യുന്നുണ്ട്. അതൊരു കേവലം ഗൃഹാതുരത എന്ന് അതിനെ വിളിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ എൻ്റെ ആദ്യത്തെ നോവൽ വല്ലി പിറന്നത് തന്നെ ഈ നാടിൽ നിന്ന് അകന്നു പോയപ്പോൾ എൻ്റെ നാടിനെക്കുറിച്ച്, എന്നെ ഞാനാക്കിയ ആളുകളെക്കുറിച്ച്, നാടിനെക്കുറിച്ചുള്ള എൻ്റെ ചിന്തകളും എൻ്റെ വികാരങ്ങളും എന്നിൽ അലിഞ്ഞു ചേർന്ന നാടാണ് വല്ലിയായിട്ട് രൂപാന്തരപ്പെട്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ട് തരത്തിൽ പ്രവാസം എഴുത്തിനെ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവർ പറയും. എല്ലാവർക്കും നമസ്കാരം. പെണ്ണെഴുത്ത് അരുതുകൾ താണ്ടുന്ന ഇടങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഏതൊക്കെ എന്നത് പരിശോധിക്കുമ്പോൾ അതിൽ അതിപ്രധാനമായി ഗണിക്കപ്പെടേണ്ട ഒന്നാണ് അതിരുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയമായ അതിർത്തികൾ എന്നുള്ളത്. കാരണം അതിരുകൾ താണ്ടുമ്പോൾ നാം അറിയാതെ തന്നെ അരുതുകളും താണ്ടുന്നു എന്നുള്ള വലിയ സത്യം പ്രവാസ ജീവിതത്തിലൂടെ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. കാരണം ഒരു വായനക്കാരി മാത്രമായിരുന്ന ഞാൻ എഴുത്തിലേക്ക് കടക്കുന്നത് പ്രവാസത്തിലെത്തിയതിന് ശേഷമാണ്. 18 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഈ കാലയളവിലാണ് എൻ്റെ കാഴ്ചകളും എൻ്റെ അനുഭവങ്ങളും ചിന്തകളും ഒക്കെ കഥയും നോവലും ഒക്കെയായി മാറിയത്. അപ്പോൾ പ്രവാസം നൽകുന്ന ഒരു വിവൃതി ഉണ്ടല്ലോ, ഒരു തുറസ്, അതിലൂടെയാണ് ഞാൻ എൻ്റെ കഥാപാത്രങ്ങൾക്ക് ബഹിസ്വരത കണ്ടെത്തിയത്. ആ നാട് നൽകിയ സ്വാതന്ത്ര്യം, സ്വകാര്യത, വൈവിധ്യം, ഇവയൊക്കെ എഴുത്തിനെ കൂടുതൽ ശക്തി പകർന്നിട്ടേ ഉള്ളൂ. ഈ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ ഓർക്കും, ഒരു ജനാധിപത്യ രാജ്യത്ത് ജനിച്ച് ജീവിച്ചു വളർന്ന ഞാൻ ഫെഡറൽ മൊണാർക്കി ഭരണകൂടം ഭരിക്കുന്ന ഒരു രാജ്യത്ത് ചെന്നിട്ട് എങ്ങനെയാണ് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതെന്ന്. പക്ഷേ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ദൈനംദിന വ്യവഹാരങ്ങളുണ്ടല്ലോ, അതിലെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അത് തീർച്ചയായും നമ്മുടെ വ്യക്തിത്വ വികസനത്തെ വളരെ കാര്യമായി ബാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ എഴുത്തിന് പ്രാഥമികമായി ആത്യന്തികമായി ഏതൊരാളും അന്വേഷിക്കുന്നത് എന്താണ്? സ്വാതന്ത്ര്യമാണ്. കാരണം സ്വതന്ത്രമായ മനസ്സിൽ നിന്നും ഉടലെടുക്കുന്ന ചിന്തകളെ ഏറ്റവും കലർപ്പില്ലാതെ ആവിഷ്കരിക്കുക എന്നതാവണം എഴുത്തിൻ്റെ ഉന്നമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ സ്വാതന്ത്ര്യം ലഭിച്ചത് മറുനാട്ടിലാണ്. നമ്മുടെ നാട്ടിലെ മതസ്പർദ്ധയും അതുപോലെ കപട സദാചാരവും ഒക്കെ വേലിക്കെട്ടുകൾ കാരണം ചുരുങ്ങിപ്പോയ നമ്മുടെ നാട്ടിലെത്തുമ്പോൾ അനുഭവിക്കുന്ന ഒരു ഞെരുക്കമുണ്ടല്ലോ, ആ ഞെരുക്കത്തിൽ നിന്നൊരു രക്ഷപ്പെടൽ കൂടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രവാസം. അപ്പോൾ മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു കഥ എഴുതുന്നു, അതിന് ഏത് ദേശക്കാരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഏത് ദേശത്തെയാണ് കഥയിലേക്ക് കൊണ്ടുവരേണ്ടത്, ആരാണ് കഥാപാത്രങ്ങൾ എന്നൊക്കെ തിരഞ്ഞെടുക്കുവാൻ അതിവിശാലമായ ഒരു ക്യാൻവാസ്, വലിയൊരു തട്ടകമാണ് ഈ പുറംനാട് നൽകുന്നത്. അത് നൽകുന്ന സെൽഫ് കോൺഫിഡൻസ് ഉണ്ടല്ലോ, ആത്മവിശ്വാസം, അത് നിസ്സീമമാണ്. പല സ്വരങ്ങൾ, പല നിറങ്ങൾ, പല ശബ്ദങ്ങൾ, ഗന്ധങ്ങൾ, ഇവയൊക്കെ എഴുത്തിലേക്ക് കൊണ്ടുവരേണ്ടുന്നതിൻ്റെ സാധ്യതകൾ ഇനിയും പര്യവേക്ഷണം ചെയ്യേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പ്രവാസി എഴുത്തെന്നൊക്കെ പറയുമ്പോൾ നാടിനെ പുനരാവിഷ്കരിക്കലാണ്, നൊസ്റ്റാൾജിയാണ് എന്നൊക്കെ ധരിച്ചു വെച്ചിരുന്ന ഒരു കാലമൊക്കെ മാറിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നിപ്പം നമ്മുടെ കൂടെ ഈ വേദിയിലിരിക്കുന്ന ഷീല ടോമിയുടെ നദിയോട് പേര് ചോദിക്കരുത് എന്ന പുസ്തകം, അതുപോലെ ഹരിദാസ് സാവിത്രിയുടെ സിൻഡ് എന്ന നോവൽ, ഇതൊക്കെ ഇതിനെ മാറ്റിമറിച്ച പുസ്തകങ്ങളാണ്. താൻ ജീവിക്കുന്ന പുതുലോകത്തെ കൂടുതൽ ശക്തിയോടുകൂടി ആവിഷ്കരിക്കാനുള്ള ആർജവം പുറംനാട്ടിലെ എഴുത്തുകാർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. ഈ പുസ്തകങ്ങളൊക്കെ മലയാള സാഹിത്യത്തിലേക്ക് തുറന്നു വെച്ചത് ഒരു പുതുലോകത്തെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹണി എന്നോടൊപ്പം UAE-യിലുള്ള എഴുത്തുകാർ തന്നെയാണ്. ഹണിയുടെ അനുഭവങ്ങൾ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. നേരത്തെ സോണിയ പറഞ്ഞ ഞങ്ങൾ രണ്ടുപേരും ഒരേ നാട്ടിൽ നിന്ന് വരുന്ന ആളുകളായതുകൊണ്ട് തന്നെ അതേ അഭിപ്രായമാണ് പ്രവാസം എഴുത്തിനെ എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രവാസം എഴുത്തിന് നൽകിയ സംഭാവന എന്താണ് എന്ന് ചോദിച്ചാൽ പറയാനുള്ളത്. ജനിച്ച നാട്
വിട്ടു നിൽക്കുന്ന എല്ലാവരും പ്രവാസികളാണല്ലോ, അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിഗ്രി കാലം കഴിഞ്ഞതിന് ശേഷം കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അക്കാലത്തും നാട്ടിലുള്ള സമയത്തും എഴുത്ത് കൂടെ തന്നെയുണ്ട്. പക്ഷേ ഞാൻ നാട് വിട്ട് ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് എഴുത്തിന് ഒരു നല്ല പ്ലാറ്റ്ഫോം കിട്ടി തുടങ്ങിയത് എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. പ്രവാസികളായിട്ടുള്ള അവരുടെ എഴുത്തുകളെ അവിടെയുള്ള മനുഷ്യർ കുറേ കൂടെ വിശാലമായിട്ട് സ്വീകരിക്കുന്നുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവിടെ ജീവിക്കുന്ന എഴുത്തുകാർക്ക് അവിടുത്തെ സംഘടനകളായാലും മനുഷ്യരായാലും അവരുടെ പുസ്തകങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യമായാലും കുറേ കൂടുതലാണെന്ന് അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. സോണിയ പറഞ്ഞതുപോലെ ഒരാൾക്ക് എഴുതാൻ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് സ്വാതന്ത്ര്യമാണല്ലോ. ഞാനൊരു ജനാധിപത്യ രാജ്യത്തല്ല ജീവിക്കുന്നത് എങ്കിൽ പോലും എനിക്ക് നാട്ടിൽ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം എഴുത്തിൽ ഉപയോഗപ്പെടുത്താൻ UAE എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഞാൻ സോണിയയും തമ്മിലുള്ള മുൻപ് നടന്നിട്ടുള്ള സംഭാഷണങ്ങളിൽ ഞങ്ങൾ പറയാറുണ്ട്, പുരുഷൻ്റെയും സ്ത്രീയുടെയും എഴുത്തുകൾ അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകൾ കമ്പയർ ചെയ്യുമ്പോൾ സ്ത്രീ എഴുതണമെന്ന് വിചാരിക്കുന്ന സമയത്ത് പലപ്പോഴും സ്ത്രീക്ക് എഴുതാൻ പറ്റാറില്ല. ഒരു പുരുഷൻ ഇപ്പോൾ രാത്രി വീട്ടിൽ ഒരു പ്രശ്നം നടക്കുകയാണെന്ന് വിചാരിക്കുക, അയാൾക്ക് തോന്നുകയാണ് അവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സഞ്ചിയും എടുത്ത് ഒരു പുസ്തകവും പേനയും എടുത്ത് അയാൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന് അയാൾക്കിഷ്ടമുള്ള ഒരിടത്ത് പോയിരുന്ന് ഏറ്റവും ശാന്തമായിരുന്നിട്ട് എഴുതാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അത്തരമൊരു സാഹചര്യം കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തുലോം കുറവാണ്. അവിടെയാണ് UAE പോലെയുള്ള ഇടങ്ങളിൽ ഞങ്ങൾ ആ സ്വാതന്ത്ര്യം ശരിക്കും അനുഭവിക്കുന്നുണ്ട്. ഏത് സമയത്ത് പുറത്തിറങ്ങി നടക്കാനും നമ്മൾ വിചാരിക്കുന്ന സമയത്ത് തൻ്റേതായ സ്വാതന്ത്ര്യത്തിലിരുന്ന് എഴുതാനും ആ മണ്ണ് ഇടം തന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാടല്ല പ്രവാസമാണ് എന്നെ കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. ഗൃഹാതുരതയും പ്രവാസവും പക്ഷേ എൻ്റെ എഴുത്തിൽ ഒരുപാടൊന്നും കടന്നു വന്നിട്ടില്ല. അല്ലെങ്കിൽ മറ്റാരും ശ്രമിച്ചു നോക്കാത്ത വിഷയങ്ങളെക്കുറിച്ച് കുറച്ചുകൂടെ തുറന്നെഴുതണമെന്ന് തന്നെ ചിന്തിച്ചിട്ടാണ് എഴുത്തിൽ ഞാൻ മുൻപോട്ട് പോവാറുള്ളത്. ഗൃഹാതുരതയെക്കുറിച്ചൊക്കെ എഴുതാൻ ഒരുപാട് ആളുകളുണ്ട്. ജീവിക്കുന്ന മണ്ണിനെക്കുറിച്ച് തീർച്ചയായും നമ്മൾ അടയാളപ്പെടുത്തേണ്ടതുണ്ട്. എങ്കിൽ പോലും ആരും തൊട്ടുപോകാത്ത വിഷയങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ആളുകൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള പുതുമ നൽകുന്ന വിഷയങ്ങളെക്കുറിച്ച് എഴുതണം എന്നുള്ളത് എഴുത്തിൻ്റെ തുടക്കകാലം മുതൽക്ക് ഞാൻ എൻ്റെ എഴുത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡായതുകൊണ്ട് അത്തരത്തിൽ ഗൃഹാതുരതയെക്കുറിച്ചും പ്രവാസത്തെക്കുറിച്ചും ഞാൻ അധികം എഴുതിയിട്ടില്ല. എങ്കിൽ പോലും മുന്നോട്ടുള്ള എഴുത്തുകളിൽ തീർച്ചയായിട്ടും നമ്മൾ ജീവിച്ചിരിക്കുന്ന ദേശത്തെ അടയാളപ്പെടുത്തേണ്ടതുണ്ട് ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി എന്നുള്ള രീതിയിൽ. സോ മുൻപോട്ടുള്ള എഴുത്തുകളിൽ അത് കാണാൻ സാധിക്കും എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. സന്തോഷം. ജെയിൻ, ഇവർ മൂന്നുപേരും UAE എന്നാണെങ്കിൽ ജെയിൻ കുറേ വർഷങ്ങളായിട്ട് US, കാനഡ ഒക്കെയാണ് ജെയിൻ്റെ ജീവിതം. ജെയിൻ സംസാരം. എല്ലാവർക്കും നമസ്കാരം. ഇവരുടെ പ്രവാസയാത്രകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തവും ഇന്ന് കുറച്ച് കഠിനവുമാണ് എൻ്റെ പ്രവാസ അനുഭവങ്ങൾ. അത് ദൂരത്തിൻ്റെ കൊണ്ട് മാത്രമല്ല, അമേരിക്കയിൽ ജീവിക്കുന്ന കനേഡിയൻ പൗരയായ ഒരു ഇന്ത്യക്കാരിയാണ് ഞാൻ. അതിന് ഗ്ലോബൽ സിറ്റിസൺ എന്ന് വിളിക്കണോ, ഐഡൻറ്റിറ്റി ക്രൈസിസിൽ കൂടെ പോകുന്ന ഒരാളെന്ന് വിളിക്കണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അതാണ് വാസ്തവം. ഏതാണ്ട് 21 വയസ്സ് കേരളത്തിൽ എൻജിനീയറിംഗ് കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് കേരളത്തിന് പുറത്തോട്ടുള്ള എൻ്റെ പ്രയാണങ്ങൾ. ചെന്നൈ, അന്നത്തെ ബോംബെ, ഹൈദരാബാദ് എന്നീ ഇടങ്ങളിൽ നിന്ന് നേടിയ പ്രവാസത്തിൻ്റെ കരുത്തുമായിട്ടാണ് ഞാൻ അബുദാബിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവരെ പോലെ ഗൾഫ് നാടിലാണ് ഞാൻ കുടുംബജീവിതം തുടങ്ങുന്നത്. ഏതാണ്ട് 1 വർഷം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് പോകുന്നത് കാനഡയിലേക്കാണ്. അത് ഉപരിപഠനം, ജോലി സാധ്യതകൾ ഇങ്ങനെയൊക്കെയുള്ള റീസൺ കൊണ്ടാണ് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തത്. അവിടെ ഒരു നീണ്ട 9 വർഷക്കാലം. അപ്പോൾ ഇതിനോട് ചേർത്ത് പറയേണ്ടത് എൻ്റെ എഴുത്തിൻ്റെ വഴിയും കൂടി ആയതുകൊണ്ട് എഴുത്ത് ഇവരൊക്കെ പറഞ്ഞതുപോലെ എൻ്റെയും ജീവിതത്തിൽ എപ്പോഴും ചേർന്ന് ഉണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണ്.
എഴുത്ത് പ്രധാനമായും കുറച്ചുകൂടി ഒരു പേഴ്സണൽ കാര്യമായിരുന്നു. ഒരു പബ്ലിഷിംഗ് എന്നുള്ളത് വളരെ പിശുക്കി ചെയ്തിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ പ്രവാസത്തിലേക്ക് കടന്നപ്പോഴാണ് ആ എഴുത്തിനെ കുറച്ചുകൂടി അതിൻ്റെ സാധ്യതകളെ കുറച്ചുകൂടി ഉപയോഗിച്ച് തുടങ്ങിയത്. അപ്പോൾ ഈ കാനഡയിലൊരു നീണ്ട 9 വർഷക്കാലം, അത് കഴിഞ്ഞ് അവിടെയും നിന്നില്ല, പിന്നെ അമേരിക്കയിലേക്ക്. അപ്പോൾ ഞാനിപ്പോൾ താമസിക്കുന്നത് അമേരിക്കയിലാണ്. കഴിഞ്ഞ 16 വർഷമായിട്ട് അമേരിക്കയിലാണ് താമസിക്കുന്നത്. അമേരിക്കയിലെ ടെക്സസിൻ്റെ തലസ്ഥാന നഗരിയായ ഓസ്റ്റിനാണ് എൻ്റെ വാസസ്ഥലം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ കാനഡയിൽ ചെന്ന സമയത്ത് നമ്മളൊരു പുതിയ ദേശത്ത് ഒരു കുടുംബമായിട്ട് ഒരു കുഞ്ഞുണ്ടായി, ജോലി, ഒരു പുതിയ ഭാഷ, സംസ്കാരം, ജോലിയിലായിട്ടുള്ള സർവൈവൽ, അവിടെ അക്ഷരങ്ങളൊക്കെ ഓടി ഒളിക്കുകയാണ്. ഒരു ആശ്വാസത്തിന്, ഒരു മരുന്നിന് പോലും എഴുത്തിനൊരിടമുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. പിന്നെ എഴുത്തിലേക്ക് സജീവമായി വരുന്നത് ബ്ലോഗുകളുടെ കാലഘട്ടത്തിലാണ്. അതായത് ഏതാണ്ട് 2006-2007 ആ കാലഘട്ടത്തിൽ അതൊരു പുതിയ പ്ലാറ്റ്ഫോമായിരുന്നു. അതുവരെ തടഞ്ഞു നിർത്തിയ പ്രവാസത്തിൻ്റെ വിഷമങ്ങളൊക്കെ ഒഴുക്കുവാൻ ഒരിടം. പക്ഷെ ഹണി പറഞ്ഞതിന് കുറച്ച് വ്യത്യസ്തമായിരുന്നു എൻ്റെ തുടക്കം. കാരണം നമ്മൾ ഈ വേറൊരു രാജ്യത്ത്, നാട്ടിൽ നിന്ന് വളരെ അകന്ന് ഇരിക്കുമ്പോൾ ആദ്യം എഴുതിയത് മുഴുവൻ നൊസ്റ്റാൾജിയാണ്. ഗൃഹാതുരത്വം ഇങ്ങനെ എന്താ പറയുക, ഒരു ഉരുളപ്പൊട്ടൽ പോലെയായിരുന്നു. കാരണം അവിടെ അക്ഷരങ്ങൾ നമ്മളെ ആശ്ലേഷിക്കുകയായിരുന്നു, ആശ്വാസം തരികയായിരുന്നു. പിന്നെ ആണ് പ്രവാസത്തിൻ്റെ അനുഭവങ്ങളിലേക്കും സാധ്യതകളിലേക്കുമൊക്കെ എഴുത്തിനെ കൂട്ടിക്കൊണ്ടുവന്നത്. പക്ഷെ അതൊരു പ്രവാസി എഴുത്തുകാരി കടന്നു പോകേണ്ട ഒരു പ്രക്രിയ തന്നെയാണ് എന്നേ തോന്നുന്നു. കാരണം ഒരു എഴുത്തുകാരിയോട് ഗൃഹാതുരത, പ്രവാസി എഴുത്തുകാരിയോട് പ്രത്യേകിച്ചും, നിങ്ങൾ നാടിനെക്കുറിച്ച് എഴുതരുത് എന്നൊക്കെ പറയുന്നത് ഭയങ്കര അക്രമമാണ്. പക്ഷെ നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് നമ്മുടെ എഴുത്തിൽ നമ്മൾ ജീവിക്കുന്ന ഇടം കൊണ്ടുവരണം, അവിടുത്തെ പ്രശ്നങ്ങൾ കൊണ്ടുവരണം, നാടിലോട്ട് അതിനെ ചേർത്ത് വെക്കണം. ഇപ്പോഴും എൻ്റെ എഴുത്തിൽ ആളിക്കത്തുന്ന പോലെ ഗൃഹാതിഥിയുടെ സ്പാർക്കുകൾ അവിടെ ഇവിടെയും ഇപ്പോഴും വരുന്നുണ്ട്. എനിവേ, അപ്പം അങ്ങനെ പിന്നെ ഞാൻ മുഖ്യധാര എഴുത്തിലേക്ക് കടന്നു. അത് വേറെ വിഷയമാണ്. ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം, പ്രവാസി എഴുത്തിൽ നിന്ന് മുഖ്യധാര എഴുത്തിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ വേറൊരു അതിർത്തി കടക്കാണ്. നമുക്ക് ആ വിഷയം ഒന്ന് സംസാരിക്കാനുണ്ട് മൊത്തത്തിൽ. അപ്പം അതിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, നമുക്ക് ആവശ്യം ഒന്ന് സംസാരിക്കാനുണ്ട്. പ്രവാസി എഴുത്തുകാരെ എങ്ങനെയാണ് നമ്മുടെ സമൂഹം സ്വീകരിക്കുന്നത് എന്നുള്ളതിലേക്ക്, അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് എനിക്കിപ്പോൾ ഷീല ചേച്ചിയോട് ചോദിക്കാനുള്ളത്, ചേച്ചിയുടെ വല്ലി എന്ന നോവലിലായാലും ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന നോവലിലായാലും ഒരുപാട് പുറപ്പെട്ടു പോകലുകൾ കാണാം. അതിലിങ്ങനെ പുറപ്പെട്ടു പോകാൻ, വല്ലിയിലാണെങ്കിൽ ഒരേ സമയം പുറപ്പെട്ടു പോവുകയും അതേസമയം നാടിനെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന സ്ത്രീകളുടെ വ്യഥയാണ് നമുക്കതിൽ കാണാൻ പറ്റുന്നത്. എന്നാൽ അതേസമയം ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന് പറയുന്നത് റൂത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ, ഒരു സാധാരണ സ്ത്രീയുടെ പുറപ്പെട്ടു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം അതിനകത്ത് വരുന്നുണ്ട്. അവരാദ്യം സൗദി, ദുബായ് ഒക്കെ ജോലിക്ക് വേണ്ടി പോകുന്നു. പിന്നീട് അവിടെ നിന്ന് അവർ പോകുന്നത് ഇസ്രായേലിലേക്കാണ്. അപ്പോൾ വയനാട്ടുകാരിയായ ഒരു സ്ത്രീയുടെ യാത്രയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ സ്ത്രീ എഴുത്തുകാരുടെ എഴുത്തിൽ എപ്പോഴും നമുക്ക് ഒരു സ്ത്രീയെ അവരിങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് കാണാം. എല്ലാ സ്ത്രീകളെയും ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും. അതുപോലെ ഒരു കഥാപാത്രത്തെ, എനിക്ക് തോന്നുന്നത് നമുക്കൊരു സ്ത്രീയുടെ ജീവിതത്തെ, എഴുതുന്ന ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീയുടെ ജീവിതത്തെ അറിയുമ്പോൾ എഴുതാതെ പോവാൻ പറ്റാറില്ല തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഷീല ചേച്ചിയുടെ റൂത്തും ഷീല ടോമി എന്ന എഴുത്തുകാരിയുടെയും വഴി ഒന്നാവുന്നത്? എങ്ങനെയാണ് അത് ഒരേ അനുഭവമായി തീരുന്നത്? അതിനെക്കുറിച്ച്. അത് വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ് റെനി. സത്യത്തിൽ ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞതുപോലെ പ്രവാസം എഴുതാനുള്ള സ്വാതന്ത്ര്യം തന്നെന്ന് ഹണിയും സോണിയൊക്കെ പറഞ്ഞു. അതുപോലെ ജെയിൻ പറഞ്ഞു, ചിറകുകൾ തന്നു. അമേരിക്കയിലേക്ക് കടന്നപ്പോൾ എഴുതാനുള്ള, നമ്മുടെ ഉള്ളിലുള്ള അക്ഷരങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നത് പ്രവാസമാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്വാതന്ത്ര്യം എന്നതിനപ്പുറം നമ്മൾ ചില കാര്യങ്ങൾ നമ്മളെ പ്രവാസത്തിൽ നമ്മളെ എഴുതാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അതാദ്യം പറഞ്ഞതുപോലെ നമ്മൾ നാട്ടിൽ കാണാത്ത ഒരുപാട് കാഴ്ചകൾ, ഒരുപാട് മനുഷ്യരെ, അല്ലെങ്കിൽ ഒരുപാട് ഒരു അപരിചിതമായ ഒരു ആൾക്കൂട്ടത്തിനിടയിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഏകാന്തതയുണ്ട്. അപ്പം ആ ഏകാന്തത നമ്മളെ എഴുത്തുകാരാക്കി മാറ്റുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അവിടെയാണ് ഈ റൂത്തിനെയും അല്ലെങ്കിൽ ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന നോവലിലെ
സാറയെയും ഒക്കെ നമ്മൾ മനസ്സോട് ചേർത്ത് പിടിച്ചു പോകുന്നത്. അല്ലെങ്കിൽ വല്ലിയിലെ സൂസനെയും ടെസയെയും ഒക്കെ നമ്മൾ കൂടെ ചേർത്ത് പോകുന്നത്. അല്ലെങ്കിൽ ആ നദിയുടെ പേര് ചോദിക്കുന്നതിൽ ഹൗസ് മെയ്ഡ്സായിട്ട് UAE വർക്ക് ചെയ്യുന്ന നൂർജഹാൻ പോലെയുള്ള ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അവരെയൊക്കെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് പോകുന്നത്. സ്ത്രീകളുടെ അനുഭവങ്ങൾ എനിക്ക് തോന്നുന്നു അത് നാട്ടിലായാലും ഇനി നാട് വിട്ട് അപ്പുറത്തേക്ക് പോയാലും സ്ത്രീകളുടെ അനുഭവങ്ങൾക്കൊരു നൈരന്തര്യമുണ്ട്. അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ പകർപ്പായിട്ടാണ് മറ്റൊരു ദേശത്തെയും സ്ത്രീയെ നമ്മൾ പലപ്പോഴും കണ്ടുമുട്ടുന്നത്. അതിൽ എൻ്റെ ഒരു പകർപ്പായിരിക്കാം റൂത്ത്, അല്ലെങ്കിൽ റൂത്തിൻ്റെ പകർപ്പായിരിക്കാം സൂസൻ, അല്ലെങ്കിൽ സൂസൻ്റെ ഒരു പകർപ്പായിരിക്കാം സോണിയ അല്ലെങ്കിൽ ഹണി. അങ്ങനെ മാറുന്നുണ്ട്. അപ്പം ഈ ആ നദിയിൽ തന്നെ പറഞ്ഞു തുടങ്ങാം. കുറച്ച് സമയമുള്ളൂ, അപ്പോൾ അത് വളരെ ചുരുക്കി പറയാം. കാരണം അതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി പറയേണ്ട ഒരു സബ്ജക്റ്റാണ്. പിന്നെ അതിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് സ്ത്രീകൾ എഴുതുമ്പോൾ എന്തായിരിക്കണം, അല്ലെങ്കിൽ എന്തിനെക്കുറിച്ച് എഴുതണം എന്നുള്ളൊരു പൊതുവായ ധാരണ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നുണ്ട്. സ്ത്രീകൾ അവളെക്കുറിച്ച് തന്നെ എഴുതിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ സ്ത്രീകളുടെ വികാരങ്ങൾ, അല്ലെങ്കിൽ അവരുടേത് മാത്രമായ സന്തോഷങ്ങൾ, അതിനപ്പുറത്തേക്കുള്ള ലോകത്തേക്ക് സ്ത്രീക്ക് എന്തെഴുതാൻ കഴിയും. ഒരു പുരുഷൻ കാണുന്ന അതേ ലോകം സ്ത്രീ അവളുടെ കണ്ണുകളിലൂടെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു 10-20 വർഷം, 20 വർഷത്തിലധികം പലസ്തീൻകാരുടെയും ലബനൻകാരുടെയും സിറിയക്കാരുടെയും ഒക്കെ ഒപ്പം ജോലി ചെയ്ത് അവരോട് മിണ്ടിപ്പറഞ്ഞ് നടന്ന ഷീല എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക്, ഒരു പെണ്ണിന് കാണാൻ കഴിയുന്ന ചില കാഴ്ചകളുണ്ട്. അല്ലെങ്കിൽ കാണാൻ കഴിയുന്ന ഒരു സാറയും അല്ലെങ്കിൽ ഒരു പലസ്തീനി യുവതികളും ഒക്കെയുണ്ട്, പലസ്തീനി അമ്മമാരും ഒക്കെയുണ്ട്. നമ്മൾ ഈ അടുത്ത് കണ്ടു, നമ്മളെപ്പോഴും യുദ്ധത്തിൻ്റെ കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ പത്രങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ പലസ്തീനും ഇസ്രായേലും ഒന്നും ഇപ്പം ഇവിടെ ഇരിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് പോലും അപരിചിതമായ ദേശങ്ങളല്ല. നമ്മളതിപ്പോൾ ഒരു ക്രിക്കറ്റ് സ്കോർ കാണുന്ന പോലെ യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ കണ്ട് നമ്മൾ ഇന്നെത്ര പേര് മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് നിരീക്ഷിക്കുന്ന ഒരു തരത്തിലുള്ള സാധാരണത്വത്തിലേക്ക് നമ്മുടെ ആളുകൾ മറഞ്ഞു പോകുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ നടന്നു പോകുമ്പോൾ, ഇതിനൊക്കെ അപ്പുറം ചില കാര്യങ്ങൾ നമുക്ക് അടയാളപ്പെടുത്താനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രവാസത്തിലുള്ള സ്ത്രീകളുമായിട്ടുള്ള ഇടപെടലുകളിലൂടെയാണ്. അല്ലെങ്കിൽ ഈ ദുരിതം അനുഭവിക്കുന്ന ദേശങ്ങളിൽ നിന്ന് വന്ന മനുഷ്യരോടുള്ള ഇടപെടലിലൂടെ തന്നെയാണ് ഞാൻ ഇത്രയും കാലം പ്രവാസ ജീവിതം നയിച്ചിരുന്നില്ലെങ്കിൽ ആ നദിയോട് പേര് ചോദിക്കരുത് എന്നൊരു നോവൽ പിറക്കുകയില്ലായിരുന്നു. അപ്പം അത് ഒട്ടും നിഷ്പക്ഷമായ ഒരു രചനയല്ല. സ്ത്രീകൾ എഴുതുമ്പോൾ ചിലർ പറയുന്നത് അങ്ങനെ, നിങ്ങൾ നിഷ്പക്ഷമായി നിൽക്കുകയുള്ളൂ, നിങ്ങൾക്ക് തീവ്രമായിട്ട് എഴുതാൻ സാധിക്കില്ല എന്നൊക്കെയുള്ള പല സംഭവങ്ങൾ ഇവിടെ ഇരിക്കുന്ന എഴുത്തുകാരികൾക്ക് തന്നെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു പ്രത്യേക പക്ഷത്ത് നിന്നുകൊണ്ട്, വേദനിക്കുന്നവൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ പലായനം ചെയ്യുന്നവൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട്, തുരത്തി ഓടിക്കപ്പെടുന്നവൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഒരു സ്ത്രീക്കും ശക്തമായി എഴുതാൻ കഴിയും, അല്ലെങ്കിൽ കഴിയണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് ആ നദിയോട് പേര് ചോദിക്കരുത് എന്നുള്ള നോവൽ പിറക്കുന്നത്. അത് നേരത്തെ റിനി പറഞ്ഞതുപോലെ സൗദിയിലും UAE-യിലുമൊക്കെ എത്തുന്ന കഥാപാത്രം ഒടുവിൽ ഇസ്രായേലിൽ എത്തിച്ചേരുമ്പോൾ അവിടെ റൂത്തിൻ്റെ ദുഃഖങ്ങൾ, റൂത്ത് എന്ന നേഴ്സിൻ്റെ ദുഃഖങ്ങൾ ഒന്നുമല്ലാതായി മാറുകയാണ്. നമ്മൾ പുറം ലോകത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു തുറവി അതാണ്. നമ്മളിവിടെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടേതായ ദുഃഖങ്ങളുടെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ, നമ്മുടെ ദുഃഖങ്ങൾ ഹിമാലയം പോലെ ഏറ്റവും വലുതാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നു. പുറത്തെ മനുഷ്യരുടെ, പുറത്തെ സ്ത്രീകളുടെ ദുഃഖങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഇതൊന്നുമല്ല എന്നൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. അപ്പോഴാണ് ഷീല റൂത്തായി മാറുന്നതും റൂത്ത് സാറയായി മാറുന്നതൊക്കെ അപ്പോഴാണ്. നമ്മളിപ്പോൾ കണ്ടു, കാലിൽ പേരെഴുതിക്കുന്ന കുഞ്ഞിക്കാലുകളിൽ പേരെഴുതിക്കുന്ന അമ്മമാരെ നമ്മൾ കണ്ടു. അതുപോലെ എന്താ പറയുക, ഇവൻ എൻ്റെ മകനാണ് എന്ന് കരഞ്ഞുകൊണ്ട് ഓരോ പലസ്തീനി യുവാവിൻ്റെയും പിന്നാലെ പായുന്ന 1000 അമ്മമാരെ നമ്മൾ കണ്ടു. അതുപോലെ എല്ലാം ഉറ്റവരും ഉടയവരെയും എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ, ഓക്സിജൻ കിട്ടാതെ മരിക്കുന്ന ആളുകൾക്ക് കാവലിരിക്കുന്ന, ഇടിഞ്ഞു തകർന്ന ആശുപത്രി കെട്ടിടങ്ങളിൽ കാവലിരിക്കുന്ന നഴ്സുമാരെ നാം കണ്ടു. അത് നമ്മുടെ നാട്ടിൽ നിന്നും പോയ നഴ്സുമാരും ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട്, അല്ലെങ്കിൽ അവരുമായിട്ട് നമ്മളെ തന്നെ എന്താ പറയുക, ഐക്യപ്പെടുത്തുമ്പോൾ ആണ് ഇങ്ങനെയുള്ള സാഹിത്യ സൃഷ്ടികൾ പിറക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ശരിക്കും ഏത് സാഹിത്യ സൃഷ്ടിയും പുറം ലോകത്തേക്ക് നമ്മൾ ഒന്നായി ചേരുമ്പോൾ
ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ എമ്പതിയാണ് അങ്ങനെയുള്ള സൃഷ്ടിയായിട്ട് പിറക്കുന്നത്. അതേ സമയത്ത് സോണിയയുടെ പുസ്തകം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൻ്റെ പേര് തന്നെ പെൺകുട്ടികളുടെ വീട് എന്നാണ്. അത് പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് പോലെ മലയാളികളായ ആളുകളുടെ കഥയല്ല. ഇപ്പോൾ അതാണ് ഈ ഭാഷയുടെയും ദേശത്തിൻ്റെയും ഒക്കെ അതിരുകൾ ഭേദിച്ചുകൊണ്ട് നമ്മുടെ സാഹിത്യലോകം സഞ്ചരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ആ പുസ്തകം. അതിൽ എമിറാത്തി സ്ത്രീകളുടെ കഥയാണ് പറയുന്നത്. 3 സഹോദരിമാരുടെ കഥയാണ് പറയുന്നത്. നമുക്ക് ഒട്ടും പരിചിതമല്ലാത്ത ഒരു ദേശമാണ് അതിൻ്റെ അകത്തുള്ളത്. നമുക്ക് ഒട്ടും പ്രവേശനമില്ലാത്തൊരു ദേശം എന്ന് കൂടി പറയേണ്ടി വരും. അറബി കൾച്ചറൊക്കെ ആയിട്ട് നമുക്ക് അത്രയൊന്നും പ്രവേശനമില്ലാത്തൊരു ലോകമാണത്. എനിക്ക് തോന്നുന്നത് ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിലാണെന്ന് തോന്നുന്നു സോണി എഴുതിയിരിക്കുന്നത് അവരുടെ കഥ എഴുതാതെ എനിക്ക് അതിൽ നിന്നും ഒരു മോചനമില്ല എന്നാണ്. അതായത് ആ 3 സ്ത്രീകളുടെ കഥ എനിക്ക് പറഞ്ഞേ തീരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് സോണിയുടെ പുസ്തകം ആരംഭിക്കുന്നത്. അപ്പം എങ്ങനെയാണ് നമ്മുടെ പുറത്തുള്ള ഒരു സ്ത്രീയുടെ, നമ്മൾ ഇത്രയും നാൾ നമുക്ക് ചുറ്റുമുള്ള നമ്മൾ എഴുതുന്നു, നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ എഴുതുന്നു, അതിരുകളും ദേശങ്ങളും സംസ്കാരവും താണ്ടി മറ്റ് സ്ത്രീകളെ കൂടി നമ്മൾ പകർത്തി എഴുതുകയാണ്. എങ്ങനെയാണ് ഈ കഥ ഉണ്ടാവുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രവാസത്തിലെത്തിയതിന് ശേഷമാണ് എൻ്റെ എഴുത്ത് ജീവിതം തുടങ്ങുന്നതെന്ന്. അപ്പോൾ അക്കാലത്തൊക്കെ എഴുതിയ പല കഥകളിലും ദുബായ് ഒരു കഥാപാത്രമായി വന്നിട്ടുണ്ട്. അവിടെ ഞാൻ കണ്ട പല മനുഷ്യരും അതിൽ കഥാപാത്രങ്ങളായി വേഷമിട്ടിട്ടുമുണ്ട്. പക്ഷേ അതിലൊക്കെ ഈ തദ്ദേശീയർ കടന്നു വരിക വളരെ അപൂർവമായിട്ടായിരുന്നു. അവിടെയും ഇവിടെയും ചില അറബ് കഥാപാത്രങ്ങളെ പരാമർശിച്ചു പോയി എന്നതിനപ്പുറം അവരുടെ ജീവിതങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയുള്ള എഴുത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇത്രയും കാലം ജീവിച്ച നാടിനെ കുറിച്ചുള്ള അതിൻ്റെ ചരിത്രം, അതിൻ്റെ സംസ്കാരം ഒക്കെ മനസ്സിലാക്കുവാനുള്ള അന്വേഷണങ്ങൾക്കൊടുവിലാണ് പെൺകുട്ടികളുടെ വീട് എന്ന ഈ നോവലിൽ ഞാൻ എത്തിപ്പെടുന്നത്. 1950 കാലഘട്ടത്തിൽ UAE ട്രൂഷ്യൽ സ്റ്റേറ്റ്സ് എന്നറിയപ്പെട്ടിരുന്ന ആ കാലത്ത് അവിടെ ജീവിച്ചിരുന്ന 3 സഹോദരിമാർ, മറിയം, ഷംസ, സുറയ്യ എന്ന 3 അറബ് സഹോദരിമാരുടെ ജീവിതത്തിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ 50കളെന്ന് പറയുമ്പോൾ UAE പല നാട്ടുരാജ്യങ്ങൾ പോലെ വിഘടിച്ച് കിടക്കുന്ന ഒരു രാജ്യമാണ്. 70ലാണ് അതൊരു ഫെഡറേഷനായി മാറുന്നത്. അപ്പോൾ അക്കാലത്ത് അവിടെ പ്രചരിച്ചിരുന്ന പല മിത്തുകൾ, കെട്ടുകഥകൾ, പാട്ടുകൾ, നാടോടി കഥകൾ ഇവയൊക്കെ സന്ദർഭാനുസൃതമായി ചേർത്തിണക്കിയാണ് ഈ നോവൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അന്നൊന്ന് 50കൾ, 40കൾ, 50കളെന്ന് പറഞ്ഞാൽ മീൻപിടുത്തവും കടലിൽ നിന്നും പവിഴമുത്ത് വാരലും ഒക്കെ ഉപജീവന മാർഗമാക്കി ജീവിച്ചിരുന്ന ഒരു ജനസമൂഹമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പട്ടിണിയിലും അജ്ഞതയിലും ജീവിച്ചിരുന്ന ജനങ്ങൾ. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്ന് വളരെ വേഗത്തിൽ ഇന്ന് നാം കാണുന്ന ദുബായിയുടെ ഒരു പളവളപ്പുണ്ടല്ലോ, ആ ഒരു പളവളപ്പിലേക്ക് എത്തിയത് എങ്ങനെ? ഗൾഫിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ഒരു വാണിജ്യ കേന്ദ്രമായി ദുബായ് മാറിയത് എങ്ങനെ എന്നുള്ള വല്ലാത്ത കൗതുകം എന്നെ അവിടുത്തെ പല ലൈബ്രറികളിലും എത്തിച്ചു. പല തീസിസുകളും പരിശോധിച്ചു. UAE ഉടനീളം യാത്ര ചെയ്തു. അവിടെയുള്ള പഴയ മനുഷ്യരുമായി സംസാരിച്ചു. അപ്പോൾ ആ യാത്രക്കിടയിലാണ് ഞാൻ അവിടെ ക്രീക്കിനടുത്തുള്ള ഗോൾഡ് സൂക്കിൽ എത്തിപ്പെടുന്നത്. ഈ ഗോൾഡ് സൂക്കിൽ ഒരു വിമൻസ് മ്യൂസിയം കാണുകയുണ്ടായി. ഇപ്പോൾ വിമൻസ് മ്യൂസിയം എന്ന് പറഞ്ഞാൽ അതൊരു വീടാണ്. ഈ 40-50കളിൽ ഈ 3 സ്ത്രീകൾ, ഈ 3 സഹോദരിമാർ താമസിച്ചിരുന്ന വീടാണ് കാലക്രമേണ ഒരു മ്യൂസിയമാക്കി മാറ്റിയിരിക്കുന്നത്. ബെയ്ത്തൽ ബനാത്ത് അഥവാ ഹൗസ് ഓഫ് ഗേൾസ് എന്ന പെൺകുട്ടികളുടെ വീട് എന്നാണ് ആ മ്യൂസിയത്തിൻ്റെ പേര്. അപ്പോൾ ഈ 3 സ്ത്രീകളെന്ന് പറഞ്ഞാൽ അവർ ജീവിതകാലം ഉടനീളം അവിവാഹിതരായി നിലകൊണ്ട സ്ത്രീകളാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ദുബായ് പോലൊരു സ്ഥലത്ത് എങ്ങനെയാണ് 3 അറബ് സ്ത്രീകൾ ജീവിതകാലം ഉടനീളം അവിവാഹിതരായി കഴിഞ്ഞുകൂടിയതെന്നും അവർ എന്ത് ചെയ്ത് ജീവിച്ചു, അവരുടെ ഉപജീവനം എന്തായിരുന്നു എന്നൊക്കെ അറിയാനുള്ള കൗതുകം കാരണം ഞാൻ അതിൻ്റെ പിന്നാലെ പോയി അന്വേഷിച്ചു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ പല വ്യവസായ സംരംഭങ്ങൾ നടത്തി ജീവിച്ചിരുന്ന സ്ത്രീകളും സ്വയം പര്യാപ്തരായിരുന്നവരും ആയിരുന്നു എന്ന് മനസ്സിലായി. മാത്രമല്ല ഇവരെ പോലെ ഒട്ടനവധി സ്ത്രീകൾ അക്കാലത്ത് അവിടെ ജീവിച്ചിരുന്നു എന്നും അറിയാൻ സാധിച്ചു. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് വരെ ഉണ്ടായിരുന്ന അറബ് സ്ത്രീകളെക്കുറിച്ച്, എമിറാത്തി സ്ത്രീകളെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടിനെ തന്നെ തകിടം മറിക്കുന്ന ഒന്നായിരുന്നു. മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന മൂടിക്കെട്ടിയ സ്ത്രീകൾ എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു. എന്നാൽ ഈ അന്വേഷണത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് മറ്റൊന്നായിരുന്നു. അപ്പം അവരുടെ ജീവിതങ്ങൾ
പറയുക എന്നുള്ളത് ഒരു കടമയോ ഉത്തരവാദിത്തമോ ഒക്കെയായി മാറി. അങ്ങനെയാണ് ഇപ്പോൾ റിനി പറഞ്ഞതുപോലെ എനിക്കിത് പറഞ്ഞേ തീരൂ എന്നൊരു തോന്നലിൽ ഞാൻ എത്തുന്നത്. അത് കേരളത്തിലെ വായനക്കാർ എങ്ങനെ സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ല, ആ ജീവിതത്തിലേക്ക് അവർ റിലേറ്റ് ചെയ്യുമോ എന്നറിയില്ല. എങ്കിൽ പോലും അത് പറയണമെന്ന ഒരു അസ്വസ്ഥത തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നോവൽ ഞാൻ എഴുതുന്നത്. ഇപ്പോൾ ഷീല ചേച്ചി പറഞ്ഞതുപോലെ അവിടെ ജീവിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് സാധ്യമാകുന്ന ഒരു എഴുത്തല്ല, എനിക്ക് സാധ്യമാവുന്ന സ്ത്രീ കഥാപാത്രങ്ങളല്ല അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എനിക്ക് സാധ്യമായത് ഈ പ്രവാസം തന്ന ഒരു സ്വാതന്ത്ര്യവും അവസരവും കൊണ്ട് മാത്രമാണ്. നമുക്ക് ഹണിയിലേക്ക് വരാം. ഹണി നേരത്തെ തന്നെ ഹണിയുടെ പുസ്തകത്തിനെ കുറിച്ച് അല്ലെങ്കിൽ എഴുത്തുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഈ പറയുന്നത് പോലെ അതിലെന്താണ് വരുന്നതൊക്കെ. അപ്പം ഹണിയുടെ പുസ്തകത്തിൻ്റെ പേരുകളിൽ തന്നെ അതിൻ്റെ കൗതുകമുണ്ട്. അവിശുദ്ധ മുറിവുകൾ, കാമനകളുടെ മാനിഫെസ്റ്റോ എന്നൊക്കെയാണ് പേര്. അപ്പോൾ അത്തരത്തിലുള്ള വിഷയവും കൂടിയാണ് അതിനകത്ത് വരുന്നത്. അപ്പം സ്ത്രീകളുമായി ബന്ധപ്പെടുത്തി നിൽക്കുമ്പോൾ നമുക്കറിയാം, കാലങ്ങളായി നമ്മൾ സ്ത്രീകളുടെ അരുതുകളെക്കുറിച്ചൊക്കെ പറയുമ്പം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ് ആർത്തവം, ലൈംഗികത, എന്താ പറയുക, അതിവൈകാരികമായ ബന്ധങ്ങൾ, അതിൻ്റെ മുറിവുകൾ, ഇങ്ങനെയൊക്കെയാണ് അത് സഞ്ചരിക്കുന്നത്. ഇപ്പോഴും ഈ കാമനകളുടെ മാനിഫെസ്റ്റോ എന്നൊക്കെയുള്ള ഇത് എഴുതുന്നു. അതുപോലെ അവിശുദ്ധ മുറിവുകൾ, ഉടൽ രാഷ്ട്രീയമൊക്കെ എഴുതുന്നു. എങ്ങനെയാണ് നമ്മുടെ സമൂഹം ഇത്തരം എഴുത്തുകളെ സ്വീകരിക്കുന്നത്? സത്യത്തിൽ എൻ്റെ എഴുത്തിൽ അരുത് എന്നൊരു സംഭവം ഞാൻ കാണാറേ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. എനിക്ക് എഴുതാൻ തോന്നുന്ന, പറയാൻ തോന്നുന്ന ഏത് വിഷയത്തെക്കുറിച്ചും ഏത് കാലത്തും ഞാൻ സംസാരിക്കുകയും എഴുതുകയും ചെയ്യും എന്നുള്ളത് എഴുത്തിലെ എൻ്റെ നിലപാടാണ്. പിന്നെ ഇത്തരം ടൈറ്റിലുകൾ അല്ലെങ്കിൽ ആളുകൾ ആ ടൈറ്റിലിൽ നിന്ന് എന്താണോ ഉദ്ദേശിക്കുന്നത്, അത്തരം കണ്ടൻറ്റുകൾ നമ്മൾ ഡെലിവറി ചെയ്യുന്നു എന്ന് തോന്നുമ്പോൾ സ്ത്രീകളാണ് എങ്കിൽ അതിനെ സമൂഹം തീർച്ചയായിട്ടും പുരുഷനെ നോക്കിക്കാണുന്ന രീതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് തന്നെയാണ് സ്ത്രീകളെ നോക്കിക്കാണുന്നത്. കാമനകളുടെ മാനിഫെസ്റ്റോ എന്ന് പറയുന്ന പുസ്തകം ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിലായിരുന്നു അതിൻ്റെ റിലീസിങ്. അവിടെ എൻ്റെ അടുത്ത് വന്നിട്ട് വളരെ ഓപ്പണായിട്ട് ഇറോട്ടിക്കായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവുമല്ലേ എന്ന് ചോദിച്ച ആളുകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കണ്ടൻറ്റുകൾ ഉണ്ടെങ്കിൽ തന്നെ എന്താണ് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതിനപ്പുറത്തേക്ക് കാമനകളെന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ എല്ലാ വിചാരങ്ങളെയും തൊട്ടുപോകുന്ന രീതിയിലുള്ള വളരെ ഷോർട്ടായിട്ടുള്ള പോയംസാണ് സത്യത്തിൽ കാമനകളുടെ മാനിഫെസ്റ്റോ. അതിൻ്റെ ഫസ്റ്റ് എഡിഷൻ അവിടെ തീർന്നു പോകാനുള്ള ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിലെ ഏതെങ്കിലും ഒരു കവിതയിലെങ്കിലും തടഞ്ഞു വീഴാതെ നിങ്ങൾക്ക് ഈ പുസ്തകം വായിച്ച് തീർക്കുക സാധ്യമല്ല എന്നുള്ളത്. മനുഷ്യജീവിതം, മനുഷ്യവികാരങ്ങൾ, മരണത്തിനപ്പുറത്തേക്ക് നിലനിൽക്കുന്ന പ്രണയം, ഇതൊക്കെ ഉൾപ്പെടുന്ന പുസ്തകമാണ്. ഉടൽ രാഷ്ട്രീയം എന്ന് പറയുന്ന പുസ്തകം ഇറങ്ങിയ സമയത്ത് ഒരു എഴുത്തുകാരൻ ഒരു കവർ ഇങ്ങനെ പിന്നിൽ പിടിച്ചിട്ട് പോവുക. അപ്പോൾ മറ്റൊരാൾ ചോദിച്ചു, എന്താ മാഷേ സംഭവം? അത് ഹണിയുടെ ഉടൽ രാഷ്ട്രീയമാണ്. അപ്പോൾ അതിൻ്റെ കവറിൽ ഒരു ഹാഫ് നേക്കഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ ചിത്രമായിരുന്നു ഫസ്റ്റ് എഡിഷനിൽ. ഇതിലെന്തോ സംഭവമുണ്ട്, ഉടലുകളെക്കുറിച്ച് പറയുന്ന എന്തോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് പറയാൻ കൊള്ളാത്ത അല്ലെങ്കിൽ സ്വകാര്യമായിട്ട് ഇരുന്ന് വായിക്കേണ്ട എന്തോ ഒരു സംഭവമാണ് എന്ന് വിചാരിച്ചിട്ട് അത് കവറിലിട്ട് പൊതിഞ്ഞു പിടിച്ച് പോകുന്ന ഒരു അവസ്ഥ. സത്യത്തിൽ ഉടൽ രാഷ്ട്രീയം സ്ത്രീ ശരീരങ്ങളിലേക്ക് മനുഷ്യർ എക്കാലത്തും നടത്തിയിട്ടുള്ള അധിനിവേശങ്ങളെക്കുറിച്ചും അധികാര പ്രയോഗങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു പുസ്തകമാണ്. മൂന്നാമത്തെ ഒരു ടൈറ്റിൽ അവിശുദ്ധ മുറിവുകൾ. അത് ആളുകൾ വിചാരിച്ചത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പാവങ്ങളുടെ അല്ലെങ്കിൽ അവിശുദ്ധ മുറിവുകളുടെ സംഭവങ്ങളായിരിക്കുമെന്നാണ് കൂടുതൽ ആൾക്കാരും അതിനെ നോക്കി കണ്ടിട്ടുണ്ടായിരുന്നത്. സത്യത്തിൽ ഈ പുസ്തകങ്ങളിലെല്ലാം സമൂഹം നടത്തുന്ന പാപങ്ങളുടെ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ നടത്തുന്ന ബലപ്രയോഗങ്ങളുടെ, അധികാരങ്ങളുടെ, അധിനിവേശങ്ങളുടെയൊക്കെ രാഷ്ട്രീയമാണ് ഈ പുസ്തകങ്ങളിലൊക്കെ ഞാൻ സംസാരിച്ചിട്ടുള്ളത്. പുരുഷനാണ് ഈ വിഷയങ്ങളെക്കുറിച്ച് എഴുതുന്നുണ്ടത് എങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും അവർ നേരിടുന്നില്ല എന്നുള്ളതാണ്. സ്ത്രീകൾ സമൂഹത്തിൻ്റെ കപട സദാചാര ബോധത്തെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ എഴുതുന്ന സ്ത്രീകളും കുറേ കൂടെ സേഫർ സൈഡിലാണ്. പക്ഷേ എന്നെപ്പോലെ
അരുതുകൾ ശ്രദ്ധിക്കാതെ എഴുതുന്ന സ്ത്രീകളോട് മെസ്സഞ്ചറിലായാലും അല്ലാണ്ടായാലും ആളുകൾ വന്ന് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാറുണ്ട് കുറച്ചുകൂടെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സ്ത്രീകൾ എന്നുള്ള രീതിയിലാണ് പലപ്പോഴും സമൂഹം അവരെ നോക്കി കാണുന്നത് എന്നുള്ളതാണ്. അപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, ഇത്തരം അരുതുകളെ അതിരുകളെ ഭേദിച്ചുകൊണ്ട് തന്നെയാണ് എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി മുൻപോട്ട് പോവേണ്ടത്. പ്രത്യേകിച്ചും എഴുത്തിൽ പോലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരു തുല്യത നൽകാത്ത ഒരു സമൂഹത്തിൽ സ്ത്രീകൾ കുറേ കൂടെ തുറന്നെഴുതിക്കൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കണം എന്നുള്ളതാണ് എഴുത്തിൽ എൻ്റെ നിലപാട്. നിശബ്ദമായി ഇരുന്നു കൊണ്ടല്ല ഒരു കാര്യത്തിലും, അത്തരത്തിലുള്ള സ്വന്തം ജീവിതത്തിലായാലും മറ്റുള്ള വിഷയങ്ങളിലായാലും അതിരുകളെയും അരുതുകളെയും ലംഘിച്ചുകൊണ്ട് തന്നെ മുൻപോട്ട് പോകുമെന്നുള്ളതാണ് എൻ്റെ സ്റ്റാൻഡ്. അത്രയും വിശാലമായിട്ട് സമൂഹവും അതിനോളം വളരാൻ പ്രാപ്തമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ ഇപ്പം തന്നെ നമ്മുടെ സമയപരിമിതിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചു തുടങ്ങി. അപ്പോൾ ജെയിൻ എഴുതി തുടങ്ങുമ്പോൾ, നേരത്തെ ജെയിൻ പറഞ്ഞു തുടങ്ങിയത് അതാണെന്ന് തോന്നുന്നു, നമ്മുടെ പ്രവാസ ജീവിതം ഒരു വളരെ ബുദ്ധിമുട്ടേറിയൊരു സംഭവം കൂടിയായിരുന്നു ജെയിന്. പറിച്ച് നടപ്പെടുന്ന ഒരവസ്ഥയായിരുന്നു തോന്നുന്നു. അപ്പം അതിൻ്റെ ഒരു പ്രയാസങ്ങളെ തരണം ചെയ്യാനുള്ള ഒരു വഴി കൂടിയായിരുന്നു ജെയിന് ഈ പറയുന്ന എഴുത്ത് എന്നുള്ളത്. അതെങ്ങനെയാണെന്ന്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കുടിയേറ്റം ലാഭനഷ്ടങ്ങളുടെ ആകെത്തുകയാണ്. ഓരോ കടലും ഓരോ അതിർത്തിയും കടക്കുമ്പോഴും നമ്മൾ ഒന്നിനെ നഷ്ടപ്പെടുത്തിയോണ്ടാണ് വേറൊന്ന് നേടുന്നത്. നമ്മൾ ഇവിടെ ഇരുന്ന് കാണുന്ന ഇൻസ്റ്റഗ്രാം റീൽസിലെ വർണ്ണശബളിമയ്ക്കും അപ്പുറം യാഥാർത്ഥ്യം മഞ്ഞ് പോലെ തണുത്തുറഞ്ഞ് കിടക്കുന്നുണ്ട്. ഒരു സൂര്യരശ്മിക്ക് പോലും ആ മഞ്ഞുറപ്പിനെ അത്ര വേഗം അലിയിക്കുവാൻ സാധിക്കുകയില്ല. അപ്പം നമ്മൾ പ്രവാസത്തിലേക്ക് അതിർത്തികൾ കടക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും എത്ര ശക്തരാണ് എന്ന് തിരിച്ചറിയുന്നത്. അതായത് നമ്മുടെ കംഫർട്ട് സോണിന് പുറത്ത് കിടക്കുമ്പോഴാണ് മനുഷ്യർ, അതായത് ഹ്യൂമൻ ബീങ്സ് ആർ ദ മോസ്റ്റ് അഡാപ്റ്റബിൾ ക്രീച്ചേഴ്സ് എന്ന് പറയും. ആ താതാത്മ്യം പ്രാപിക്കാനുള്ള കഴിവ് നമ്മൾ പൂർണ്ണമായും പുറത്തെടുക്കുന്നത് കേരളത്തിലിരിക്കുമ്പോഴല്ല, നമ്മൾ അതിനുള്ള ആ ഫൈറ്റിൽ കൂടി കടന്നു പോകുമ്പോഴാണ്. അപ്പം ഈ ഗൾഫിലെ പ്രവാസവും അമേരിക്കൻ പ്രവാസവും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് അമേരിക്കൻ പ്രവാസത്തിൽ രണ്ട് കാലഘട്ടമായിട്ട് തിരിക്കാം. അതായത് 60കളിലും 70കളിലും അമേരിക്കയിലെത്തിയത് മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാരാണ്, അതായത് നേഴ്സുമാരും ഡോക്ടേഴ്സും. അവർ നാട്ടിൽ നിന്ന് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടിയാണ് അവിടെ പോയത്. അവർക്ക് പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, വിസ എന്ന് പറയുന്നത് ഒരു പ്രശ്നമായിരുന്നില്ല. പലരും ഗ്രീൻ കാർഡിലാണ് അവിടെ എത്തുന്നത്. അവർക്ക് വേണ്ടത് പൈസ ഉണ്ടാക്കുക, നാട്ടിലുള്ള തൻ്റെ ബന്ധുമിത്രങ്ങളെ ഏറ്റവും അധികം സഹായിക്കുക, എത്രയധികം പറ്റുന്ന സഹോദരങ്ങളെയൊക്കെ അമേരിക്കയിൽ എത്തിക്കുക എന്നുള്ളതൊക്കെയാണ്. എന്നാൽ അതിന് ശേഷം വന്ന് 90കളുടെ അവസാനവും 2000ൻ്റെ തുടക്കവും ഇപ്പോഴും തുടരുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ഹൈടെക് പ്രവാസികളുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ ഇവരിൽ നിന്നും വളരെ വ്യത്യാസമാണ്. അവർക്ക് പണമല്ല പ്രശ്നം. ഇന്നത്തെ തലമുറയ്ക്ക് പണമുണ്ടാക്കി നാട്ടിൽ കൊടുക്കേണ്ട വലിയ ആവശ്യമില്ല. പക്ഷേ ഇവിടുന്ന് ഇപ്പോഴും അങ്ങോട്ട് ഒഴുകുന്ന വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് വിസയുടെ കാര്യത്തിൽ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ് അമേരിക്ക. ആ പ്രോസസ്സ് വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഈ ഒരു ബാക്ക്ഡ്രോപ്പിൽ നിന്നാണ് എൻ്റെ പുസ്തകമായ chacos@chestnutavenue.com. റിനി ചോദിച്ചു എന്തിനാണ് ഇത്ര നീളമുള്ള പേരിട്ടെന്ന്. അപ്പോൾ ഈ ഹൈടെക് മലയാളികളുടെ കഥ പറയുന്നതുകൊണ്ടാണ് ആ ഒരു ഇമെയിൽ ഫോർമാറ്റ് യൂസ് ചെയ്തത്. അങ്ങനെയാണ് അവർ കടന്നു പോകുന്ന പ്രശ്നങ്ങളും ഞാനുൾപ്പെടെയുള്ള അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളും എങ്ങനെയാണ് രണ്ട് സംസ്കാരങ്ങളുടെ ഇടയിൽ അവർ അടുത്ത തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്നത്, അങ്ങനത്തെയൊക്കെയുള്ള വിഷയങ്ങളാണ് പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. എനിക്ക് മുമ്പേ പോയ പ്രവാസികൾ ഉപ്പിട്ട് മഞ്ഞു മാറ്റി സഞ്ചാരയോഗ്യമായ പാതയിൽ കൂടിയാണ് ഞാൻ സഞ്ചരിച്ചത്. അതുപോലെ പ്രവാസത്തിൽ കൂടി ഞാൻ നേടിയ അറിവുകൾ വരും തലമുറയ്ക്കും പ്രദാനം ചെയ്യുക എന്ന ഉദ്ദേശമാണ് എൻ്റെ എഴുത്തിൽ പ്രധാനമായും.
പ്രത്യേകിച്ചും ഞാനിപ്പോൾ അമേരിക്കൻ അടരുകൾ എന്നൊരു കോളം വാരാന്ത്യ പതിപ്പിൽ ചെയ്യുന്നുണ്ട്. അത് അമേരിക്കൻ ജീവിതത്തിൻ്റെ നാനാവശങ്ങൾ, അതിൽ അറിവുകളുണ്ട്, ജീവിതമുണ്ട്, വേദനകളുണ്ട്. ഇതെല്ലാം വരും തലമുറയ്ക്ക്, അതായത് ഒരു ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കാത്ത കുറേ അറിവുകൾ പകർന്നു കൊടുക്കാൻ പറ്റണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനത് എഴുതുന്നത്. പ്രവാസം എല്ലാ രീതിയിലും നമ്മളെ ശക്തരാക്കുന്നതാണ്. പ്രവാസത്തിലെ വളരെയധികം അറിവുകൾ അത് ഒരു പടവെട്ടലിനാണ്. ഞാൻ എപ്പോഴും പറയും, ഒരു പ്രവാസി ഒരു യോദ്ധാവിനെ പോലെയാണ്. ഒരു പുതിയ ഭൂമികയിലേക്ക് കടന്നു നിന്ന് സധൈര്യം വെട്ടി പിടിച്ച് മുന്നേറുന്ന ഒരു യോദ്ധാവ്. ഇതുകൊണ്ടൊന്നും പറഞ്ഞാൽ തീരില്ല, പക്ഷെ സമയം അത് പറഞ്ഞപ്പോഴാണ് ജെയിൻ ഇപ്പോൾ പറഞ്ഞു പ്രവാസികൾ ഒരു യോദ്ധാവാണെന്ന്. പക്ഷേ നമുക്ക് സോണിയ നേരത്തെ തന്നെ ഒന്ന് പരാമർശിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് വളരെ കംഫർട്ട് സ്പേസിലിരുന്നു കൊണ്ട് എഴുതുന്ന കുറേ കാശൊക്കെ ഉള്ള, അവിടെ ഇരിക്കുന്നു, അവിടുന്ന് പുസ്തകം എഴുതുന്നു, ഇവിടെ വരുന്നു, ഇവിടെ കുറേ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നു, പോകുന്നു. അങ്ങനെ വളരെ കംഫർട്ട് സ്പേസിലുള്ള ആളുകളാണ് പ്രവാസി എഴുത്തുകാരികൾ, പ്രത്യേകിച്ച് എഴുത്തുകാരികൾ എന്നൊരു വാദമുണ്ടോ? ഈ കംഫർട്ട് സോണിനെ കുറിച്ച് പറയുമ്പോഴേ ഒരു ഉദാഹരണം വെച്ച് ഞാൻ പറയാം. ഞാനിപ്പോൾ ഈയിടെ ട്രാൻസ്ലേറ്റ് ചെയ്തൊരു പുസ്തകമുണ്ട്, തുർക്കിഷ് എഴുത്തുകാരിയായ എലിഫ് ഷഫാക്കിൻ്റെ ഐലൻഡ് ഓഫ് മിസ്സിംഗ് ട്രീസ് എന്ന പുസ്തകം. അപ്പോൾ ഈ പുസ്തകത്തിൽ കഥ പറയുന്നത് ഒരു അത്തിമരമാണ്. സൈപ്രസ് എന്ന രാജ്യത്ത് നിലകൊള്ളുന്ന ഒരു അത്തിമരം. ഈ സൈപ്രസ് എന്ന രാജ്യം തന്നെ 2 വിഭാഗത്തിലെ മനുഷ്യർ, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കലഹിച്ച് 2 വിഭാഗമായി ജീവിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇതിലെ പ്രധാന കഥാപാത്രമായ നിക്കോസ് കസാൻസാക്കിസ് ഈ അത്തിമരത്തിൻ്റെ ഒരു കമ്പ് കൊണ്ടുവന്ന് അയാളുടെ കുടിയേറ്റത്തിനൊപ്പം ലണ്ടനിൽ കൊണ്ടുവന്ന് നടന്നു. അപ്പോൾ ഈ മരത്തെ തന്നെ ഇമിഗ്രൻ്റ് ട്രീ എന്നാണ് എലിഫ് ഷഫാക്ക് വിവരിച്ചിരിക്കുന്നത്. ഒരു ഇടത്ത് ജനിച്ച് മറ്റൊരിടത്തേക്ക് പറിച്ചു നടുന്ന ഒരു മനുഷ്യ ജീവിതം പോലെ തന്നെയാണ് ഈ മരത്തിൻ്റെ വികാരങ്ങളെയും എലിഫ് ഷഫാക്ക് ഇതിൽ വർണ്ണിക്കുന്നത്. അപ്പോൾ ലണ്ടൻ പോലെയുള്ള മഞ്ഞുവീഴ്ചയുള്ള ഒരു രാജ്യത്ത് ഇങ്ങനെയുള്ളൊരു മരം കൊണ്ട് നടുമ്പോൾ അതിനെ പരിപാലിക്കുന്നതിന് ചില പ്രത്യേക രീതികളൊക്കെ ഉണ്ട്. അതായത് ശൈത്യകാലം അടുക്കുമ്പോൾ ഈ മരത്തിൻ്റെ ഇലകളെല്ലാം കോതി നിർത്തും. ശേഷം ഇതിൻ്റെ ബ്രാഞ്ചസ് എല്ലാം കെട്ടി വരിഞ്ഞിട്ട് ഇതിൻ്റെ അടുത്ത് ഈ മരത്തിൻ്റെ അത്രയും ഉയരത്തിൽ തന്നെ നീളത്തിലൊരു കുഴിയെടുക്കും, ഒരു ട്രെഞ്ച് എടുക്കും. എന്നിട്ട് ഈ മരത്തിനെ അതിലേക്ക് മറച്ചിടും. അപ്പോൾ മഞ്ഞുകാലം ഉടനീളം ഈ മരം ഈ കുഴിക്കുള്ളിലാണ്. എന്നിട്ട് അതിനെ ജൈവവസ്തുക്കളും ഇലയും ടാർപോളിനും ഒക്കെ കൊണ്ട് കവർ ചെയ്ത് വെക്കും. മഞ്ഞിൽ നിന്നും രക്ഷിക്കുവാനാണ് അത് ചെയ്യുന്നത്. വസന്തകാലം അടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ മരത്തെ വീണ്ടും ഈ കുഴിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് നിർത്തും. അപ്പോൾ ആ ഒരു ബെറിയൽ അൺബെറിയൽ പ്രക്രിയ ഉണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ കുറേ വേരുകളൊക്കെ പൊട്ടിപ്പോയെന്ന് വരും. പക്ഷേ വസന്തകാലം അടുക്കുമ്പോൾ ഇത് വീണ്ടും പൂക്കാനും തളിർക്കാനും ഒക്കെ തുടങ്ങും. അപ്പോൾ ഈ ഇമിഗ്രൻ്റ് ട്രീ പോലെ തന്നെയാണ് ഒരു പ്രവാസിയുടെ ജീവിതവും. താൻ എത്തിപ്പെടുന്ന പുതു സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുവാൻ ഏതാനും ചില വേരുകളൊക്കെ അതിൻ്റെ ഇടയിൽ പൊട്ടിപ്പോയെന്ന് വരും. എങ്കിൽ പോലും ഏതൊരു പ്രകൃതി പ്രതിഭാസത്തെയും പോലെ അതിസ്വാഭാവികമായി വീണ്ടും പുതിയ വേരുകൾ വരികയും ജീവിതം പച്ചപിടിക്കുകയും ചെയ്യും. അപ്പോൾ തന്നിൽ നിന്നും മുളപൊട്ടിയ മറ്റൊരു ഭാഗം പുതുജീവൻ ആർജിക്കുകയാണ്. അതെപ്പോഴും മനുഷ്യനെ നവീകരിക്കുകയാണ് ചെയ്യുന്നത്. വീട്ടിൽ നിന്നും അകന്നു നിൽക്കുന്ന ഏതൊരു മനുഷ്യനും മാനസികമായി വികാസം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്നും നിങ്ങൾ അകന്നു മാറി ജീവിക്കുന്നു. താൻ പരിചയിച്ച ശീലങ്ങൾ, സുഹൃത്തുക്കൾ, മറ്റു ബന്ധങ്ങൾ, ഇതിൽ നിന്നെല്ലാം പരിചയിച്ച ഭക്ഷണം, ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുമ്പോൾ നമ്മൾ കൂടുതൽ വിശാലമായ ലോകത്തേക്ക്, കൂടുതൽ വിഭിന്നമായ സംസ്കാരങ്ങളിലേക്ക് മാറി താമസിക്കുമ്പോൾ മാനസികവും ബൗദ്ധികവുമായ വളർച്ചയാണ് മനുഷ്യന് സംഭവിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ലോകത്തെ നമുക്ക് മുന്നിലേക്ക് കുടഞ്ഞങ്ങോട്ട് നിവർത്തിയിടുക എന്നുള്ള ഒരു പരിണാമ പ്രക്രിയ, അതാണ് പ്രവാസത്തിൻ്റെ കർമ്മം എന്ന് തോന്നുന്നു. അപ്പോൾ അത് കംഫർട്ട് സോൺ അല്ല. തുടക്കത്തിൽ കംഫർട്ട് സോണിലേക്ക് ഒരുപക്ഷെ എത്തിപ്പെടുന്നുണ്ടാവാം, പക്ഷെ അതിലൂടെ കടന്നു പോകുന്നതിൻ്റെ അതിജീവനം അതിഭീകരമാണ് എന്നതാണ് സത്യം. നമ്മുടെ സമയം വളരെ പരിമിതമാണ്. അതുകൊണ്ട് എനിക്ക് വേറൊരു കാര്യം നിങ്ങളോട് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് ഇവിടെ സംസാരിക്കുന്നത്. അതിൽ അതിരുകളും അരുതുകളും, അത് ദേശത്തിൻ്റെ അതിരുകൾ
ഭേദിച്ചു കഴിഞ്ഞ 4 സ്ത്രീകളും അരുതുകൾ സ്ത്രീകളുടെ എഴുത്തിൽ, എനിക്ക് തോന്നുന്നു സ്ത്രീകളുടെ എഴുത്തിൽ അരുതുകൾ ഒരു ഭേദിക്കുക എന്ന് പറയുന്ന ഒരു പുതിയ സംഭവമല്ല സത്യത്തിൽ. അത് ഇപ്പം മാധവിക്കുട്ടിയാണെങ്കിൽ എഴുതിയിട്ടുണ്ട്. നമ്മുടെ സാറ ജോസഫിൻ്റെ പാപത്തറയെക്കുറിച്ച് പറയുമ്പോഴൊക്കെയാണ് ഈ പെണ്ണെഴുത്ത് എന്ന വാക്കുകളൊക്കെ വരുന്നത്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം അതല്ല. നമ്മൾ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അത് 4 സ്ത്രീകളെ വിളിച്ചിരുത്തി സംസാരിക്കുന്നു. അതുപോലെ സ്ത്രീകളെ കൂടുതലും വിളിക്കുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കാനാണ്. അങ്ങനെ മുഖ്യധാരയിൽ നിന്നും സ്ത്രീകൾ ജനറലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പുരുഷന്മാർ സംസാരിക്കും. അങ്ങനെയുള്ള വിഷയങ്ങൾ പുരുഷന്മാർ എഴുതുന്നു. അത് ഞാൻ പറയുന്ന എഴുത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, സാഹിത്യം, സിനിമ, തിയേറ്റർ എല്ലാത്തിലും ഇത് കാണാം. അപ്പം അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടോ? സ്ത്രീകളുടെ വിഷയങ്ങൾ മാത്രം സംസാരിക്കുന്ന ഒരവസ്ഥ? സോണിയ, റിനി, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നതും അത് തന്നെയാണെന്ന് തോന്നുന്നു. സ്ത്രീകളുടെ വിഷയങ്ങൾ മാത്രം സംസാരിക്കുന്ന പതിവ് നിർത്തണം എന്നുള്ള ഇതിലാണ് നമ്മളൊക്കെ ഇപ്പം എഴുതിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ മാധവിക്കുട്ടിയുടെ കാര്യം പറഞ്ഞു. മാധവിക്കുട്ടി എന്ന കമലാസുരയ്യ എന്ന കവയിത്രിയെ ലോകം ഒരുപാട് ആഘോഷിച്ചു, അല്ലെങ്കിൽ ഒരുപാട് നിരൂപണങ്ങളുമൊക്കെ വന്നു. ആ സമയത്ത് മാധവിക്കുട്ടി എന്ന എഴുത്തുകാരിയെ നമ്മൾ മലയാളികൾ എന്താ ചെയ്തത്? അവരുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ പേഴ്സണലായ കുറച്ച് കാര്യങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ട് ആ മാധവിക്കുട്ടിയുടെ എഴുത്തിൻ്റെ സൗകുമാര്യത്തെ നിരൂപണം ചെയ്യാനോ, അല്ലെങ്കിൽ നമ്മുടെ MTO അല്ലെങ്കിൽ ആ കാലത്തുണ്ടായിരുന്ന എഴുത്തുകാരന്മാർ നിരൂപണം ചെയ്യപ്പെട്ടതുപോലെ അല്ലെങ്കിൽ ആഘോഷിക്കപ്പെട്ടതുപോലെ അവരുടെ എഴുത്തുകൾ ആഘോഷിക്കപ്പെട്ടിട്ടില്ല. അവരുടെ ജീവിതമാണ് ആഘോഷിക്കപ്പെട്ടത്. അതാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട MT മരിച്ചു കഴിഞ്ഞപ്പോഴും MTയുടെ പേഴ്സണൽ ജീവിതം ഒരു 10-50 വർഷം മുമ്പുള്ള ജീവിതമാണ് ഇപ്പോൾ ആഘോഷിക്കുന്നത്. നമ്മൾ MTയുടെ എഴുത്തുകളെല്ലാം പാടെ വിസ്മരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എന്തുകൊണ്ട് മലയാളികൾ കടന്നു പോകുന്നു എന്ന് ചോദിച്ചാൽ, പലപ്പോഴും പെണ്ണെഴുതുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഒരു എഴുത്തുകാരൻ ൻ്റെ ആത്മകഥ വന്നാൽ അതൊരു സമൂഹത്തിൻ്റെ ആത്മകഥയായി മാറുന്നു. അവിടെ ഞാൻ അല്ല, അവിടെ എനിക്ക് ചുറ്റുമുള്ള ലോകമാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ കാണുന്നത്. പക്ഷേ എഴുത്തുകാരിയുടെ ആത്മകഥയിൽ എപ്പോഴും അവളുടെ ദുഃഖങ്ങൾ, അവളുടെ പ്രയാസങ്ങൾ മാത്രം കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സമൂഹമുള്ളത് കൊണ്ട് അങ്ങനെ എഴുതാൻ സ്ത്രീകൾ നിർബന്ധിതരായി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ഒരു നൂറ്റാണ്ട് മുമ്പ് 1911 നമ്മുടെയൊക്കെ മുത്തശ്ശി, എഴുത്തുകാരികളുടെ മുത്തശ്ശി ആയിട്ടുള്ള സരസ്വതി ബായി തലച്ചോറില്ലാത്ത സ്ത്രീകൾ എന്ന ചെറുകഥയിലൂടെ തുടക്കം കുറിച്ച ഒരു കഥാലോകത്തിലാണ് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് നമ്മളിവിടെ ഇരിക്കുമ്പോഴും നമ്മൾ തലച്ചോറില്ലാത്ത സ്ത്രീകളാണെന്ന് സമൂഹം പറയുന്നുണ്ടെങ്കിൽ അത് തിരുത്തി കുറിക്കേണ്ടത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടിയാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുതുതലമുറയിലെ ഇതിനു മുമ്പ് നമ്മുടെ സാറാ ജോസഫും KR മീരയും അടക്കമുള്ളവർ, അല്ലെങ്കിൽ അതിനു മുമ്പ് ലളിതാംബിക അന്തർജനത്തെ പോലെയുള്ളവരൊക്കെ പകർന്നു തന്ന ആ ദീപശിഖ തുടർന്ന് കൊണ്ടുപോയി ഞങ്ങൾക്ക് മാത്രമായിട്ടൊരു സാഹിത്യം വേണ്ട, ഞങ്ങൾ പെണ്ണെഴുതുന്നത് എന്നതിനപ്പുറത്തേക്ക് ലോകത്തെ നിങ്ങളെല്ലാം പോലെ തന്നെ കണ്ട് ഞങ്ങൾ എഴുതുന്നു. എഴുത്തിലൂടെ തന്നെയാണ് ആ പ്രതിരോധം നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ. ഇപ്പം നമുക്കറിയാം, ലോക സാഹിത്യത്തിലാണെങ്കിൽ ഹാൻഗാങ്ങിനെ പോലെയുള്ളവരൊക്കെ നൊബേൽ പ്രൈസ് അടക്കം നേടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളിപ്പോഴും പെണ്ണെഴുതുമ്പോൾ എന്തെഴുതണമെന്നുള്ള ഒരു ആകുലത നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവായിട്ട് എനിക്ക് തോന്നുന്നു. എന്തായാലും എനിക്ക് തോന്നുന്നു അതിൽ എഴുത്തിനപ്പുറത്തേക്ക് സജീവമായിട്ട് ഇടപെടുന്ന ഒരാളാണ് ഹണി. സാമൂഹിക മാധ്യമങ്ങളിലൂടെയൊക്കെ വളരെ ചുരുക്കി അത്തരം ഇടപെടലുകൾ നടത്തുമ്പോൾ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊന്ന്. പിന്നെ അതിനിടയിൽ സംഘാടകരോടാണ്, നിങ്ങൾ ക്ഷമിക്കണം, കാരണം ഇത്രയും വലിയൊരു വിഷയം, നമ്മൾ 4 സ്ത്രീകളുമുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഈ സ്വാതന്ത്ര്യം എടുക്കുകയും ഇതിൻ്റെ അതിരുകൾ ഭേദിച്ചുകൊണ്ട് ഒരു 10 മിനിറ്റ് ഞാൻ അധികം എടുക്കാം എന്ന് തന്നെയാണ് കരുതുന്നത്. വളരെയധികം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് അറിയിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹണി ഒന്ന് അതിനെക്കുറിച്ചൊന്ന് പറയാം. എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് നേരിട്ടിട്ടുള്ള ഒരാൾ ഞാനായിരിക്കും. തീർച്ചയായിട്ടും ഈ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളെ ഫേസ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര സുഖമുള്ള ഏർപ്പാടൊന്നുമല്ല. പക്ഷെ എപ്പോഴും എൻ്റെ കാര്യത്തിലാണ്, എഴുതുന്ന കാലം മുതൽക്ക് ഞാൻ എടുത്തിരിക്കുന്ന ഒരു സ്റ്റാൻഡുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. എനിക്ക് അരുതുകളില്ല എഴുത്തിൽ. എനിക്ക് ഏത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ തോന്നിയാലും, ഏത് വിഷയത്തെക്കുറിച്ച് എനിക്ക് എഴുതാൻ തോന്നിയാലും എക്കാലത്തും അത് ഞാൻ പറയുകയും എഴുതുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഈ തിരിച്ചറിവോടുകൂടെ തന്നെയാണ്
ഞാൻ സോഷ്യൽ മീഡിയയിലായാലും പുറത്ത് ആയാലും ഞാൻ എൻ്റെ എഴുത്തിനെ, എൻ്റെ വാക്കുകളെ സമീപിക്കുന്നത് ഇതേ രീതിയിലാണ്. ഒരുപാട് തിരിച്ചടികൾ നേരിടാറുണ്ട്. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയൊക്കെ ഞാൻ കൈകാര്യം ചെയ്ത് തുടങ്ങിയ ഒരു കാലത്ത് എനിക്കൊപ്പമൊക്കെ ഉണ്ടായിരുന്ന, തുറന്നെഴുത്തുകൾ നടത്തിയിരുന്ന, അല്ലെങ്കിൽ പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന സൈബർ അറ്റാക്കുകളെ വളരെ ആർജവത്തോടെ നേരിട്ടിരുന്ന സ്ത്രീകളെയൊന്നും പലരെയും ഇപ്പോൾ കാണാനില്ല എന്നുള്ളതാണ്. സ്ലട്ട് ഷെയ്മിംഗ് ഒക്കെ നടത്തി അവർക്ക് ജീവിതത്തിലും പുറത്തും സമൂഹത്തും ജോലിയിലുമൊക്കെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി അവർ ഇത്തരം സ്പേസുകളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളതാണ്. ഗൾഫിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഇത്തരം ആളുകളുടെ ഇത്തരം അറ്റാക്കുകൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളും വളരെ കൂടുതലാണ്. കാരണം ഞാൻ വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം ഇടപെടലുകൾ നടത്തുന്നതിൻ്റെ പേരിൽ മാത്രം ജോലി സംബന്ധമായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ജീവിതത്തിൽ മാത്രമല്ല, എനിക്കത് ജോലിയിലും, ഞാനൊക്കെ സർവൈവലിൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് പോയിട്ടുള്ള ഒരാളാണ്. എൻ്റെ രാഷ്ട്രീയം ഇടത് ആണ് എന്ന് പറയാൻ ഒരു മടിയുമില്ലാത്ത ഒരാളാണ് ഞാൻ. അത് പറയുമ്പോൾ കുറച്ചുകൂടെ നിവർന്നിരുന്ന് എൻ്റെ രാഷ്ട്രീയം ഇടതാണ് എന്ന് പറയുന്ന ഒരു വ്യക്തി കൂടിയാണ്. അത്തരത്തിൽ എൻ്റെ രാഷ്ട്രീയവും എൻ്റെ എഴുത്തും എന്നെ ജോലിയിൽ ഒരുപാട് എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ പോലും അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അതുതന്നെയാണ് എൻ്റെ എഴുത്തിലെ നിലപാട്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇത്തരം വിഷയങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് തന്നെയാണ് മുൻപോട്ട് പോവേണ്ടത്. അത്തരം മനുഷ്യർക്കൊപ്പം വളരാൻ ചുറ്റുമുള്ള സമൂഹത്തിന് കൂടെ സാധിക്കട്ടെ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ജെയിൻ, ഇപ്പോൾ എന്താ പറയുക, വളരെയധികം ആളുകൾ, നമ്മുടെ യുവാക്കൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന ഈ സദാചാര പ്രശ്നങ്ങളും അരുതുകളുമാണോ ഇതിൻ്റെ ഒരു പ്രധാന കാരണം? അത് വളരെ നല്ലൊരു ചോദ്യമാണ്. സത്യം പറഞ്ഞാൽ അമേരിക്കയിൽ ജീവിച്ചു തുടങ്ങിയ പിന്നെയാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായുവും നീലാകാശവും ഞാൻ അനുഭവിച്ചു തുടങ്ങിയത് എന്ന് വളരെ സങ്കടത്തോടെ പറയേണ്ടി വരും. അതായത് നമ്മുടെ നാട് സ്ത്രീകൾക്ക് സന്തോഷത്തോടെ, സ്വാതന്ത്ര്യത്തോടെ, ഏത് സമയമൊന്നും നോക്കാതെ പുറത്തിറങ്ങി നടക്കണം എന്ന ആഗ്രഹത്തിൽ നിന്നാണ് ഞാനൊരു പ്രവാസിയായിട്ട് ഇത് പറയുന്നത്, അല്ലാതെ ഒരു പ്രിവിലേജ്ഡ് പൊസിഷനിൽ നിന്നുകൊണ്ടല്ല. റിനി ചോദിച്ച പോലെ യുവാക്കൾ പുറത്തേക്ക് വരുന്നത്, ഇത് നമ്മൾ പെണ്ണുങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ മാത്രം നിർത്തേണ്ട ഒരു വിഷയമല്ല. നമ്മളിങ്ങനെ കളങ്ങളിലാക്കി മനുഷ്യരെ പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു സൈഡിൽ കൂടെ ഒളിച്ച് കയറുന്ന ഒരു ശത്രുവുണ്ട്. അതിനെ നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല. കാരണം അത് നിങ്ങൾക്കറിയാം, രാഷ്ട്രീയത്തിൻ്റെ ഇന്നത്തെ നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ വളരെ കൺസർവേറ്റീവായിട്ടുള്ളൊരു തിരിച്ചുപോക്കാണ് നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പെൺവിഷയങ്ങൾ, നമ്മൾ മെയിൻ പ്രശ്നം എന്താണെന്നുള്ള ഫോക്കസിൽ നിന്ന് പോകരുത്. അതായത് ഇന്നത്തെ യുവതലമുറ വളരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരാണ്. അവർക്ക് മതത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ഭാഷയുടെയും ഒന്നും കളങ്ങളിൽ കുടുങ്ങി നിൽക്കാൻ താല്പര്യമില്ല. അപ്പം ഈ ഉന്നത വിദ്യാഭ്യാസത്തിനോ മെച്ചപ്പെട്ട സാഹചര്യങ്ങൾക്കോ ഞങ്ങൾ പോയ ആ തലമുറയിലെ പോലെ അല്ല ഇന്നത്തെ യുവാക്കൾ പുറത്തേക്ക് പോകുന്നത്. അവർ പോകുന്നത് ഈ ശുദ്ധവായു ശ്വസിക്കാനാണ്. ഈ സാമൂഹികമായിട്ടുള്ള സോഷ്യൽ ആസ്പെക്റ്റ് അതിൻ്റെ വലിയൊരു ഭാഗമാണ്. അവർ നിങ്ങളിവിടെ ഇരിക്കുന്ന പലരും നിങ്ങളോട് തന്നെയാണ് പറയാനുള്ളത്, നിങ്ങൾ തുറന്ന് ചിന്തിക്കുക. നിങ്ങൾ ഈ കളങ്ങളിലൊന്നും പെടരുത്. നിങ്ങളുടെ മുമ്പിൽ രാഷ്ട്രീയക്കാർ കൊണ്ടുവെക്കുന്ന അജണ്ടകളൊക്കെ അതെല്ലാം വോട്ട് ബാങ്കുകളാണ്. അപ്പം നിങ്ങളുടേതായ ബുദ്ധിയും ചിന്തയും ഉപയോഗിക്കുക, നല്ലതിനെ തിരഞ്ഞെടുക്കുക. ഒരു അതിർത്തികളിലും നിങ്ങൾ തളച്ചിടപ്പെടേണ്ടവരല്ല. താങ്ക് യു. ഓക്കെ, നമുക്കിനി ഓഡിയൻസിന് ഉള്ളവർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇവരോട് ചോദിക്കാം. ഈ സ്ത്രീപക്ഷ രചനകൾ അല്ലെങ്കിൽ സ്ത്രീ കേന്ദ്ര കഥാപാത്രമായി വരുന്ന രചനകൾ പുരുഷന്മാർക്കും സാധിക്കുമെന്ന് തോന്നുന്നില്ലേ? അതുപോലെ തന്നെ മികച്ചതാക്കാനായിട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു നോവലാണ് എം മുകുന്ദൻ്റെ സീത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പക്ഷേ എനിക്ക് കെ.ആർ. മീരയുടെ മീരാ സാധുവിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ പുരുഷന്മാർക്ക് സാധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? അതോ സ്ത്രീകൾക്ക് മാത്രം സാധിക്കൂ എന്നുള്ള രീതിയിലുള്ളൊരു അഭിപ്രായം ഉണ്ടോ?
നമുക്ക് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു എഴുത്തുകാരുണ്ട്, ഷീല ചേച്ചി ഇതിനൊന്ന് മറുപടി പറയുന്ന വെച്ച്. തീർച്ചയായിട്ടും പുരുഷന്മാരുടെ അടുത്തു നിന്നും സ്ത്രീപക്ഷ രചനകൾ വന്നിട്ടുമുണ്ട്. പക്ഷേ മീര സാധു, ഒരു വായനക്കാരന് മീര സാധുവിനോട് താല്പര്യമില്ലാത്തത് കൊണ്ട് KR മീരയുടെ എഴുത്ത് അവിടെ റദ്ദ് ചെയ്യപ്പെടുന്നില്ല. കാരണം KR മീരയുടെ മീര സാധുവിനെ മനസ്സിലേറ്റിയ ഒരുപാട് സ്ത്രീകളുണ്ടായിരിക്കും. കാരണം ഒരു സ്ത്രീ കാണുന്ന ലോകവും പുരുഷൻ കാണുന്ന ലോകവും തമ്മിൽ ഒട്ടും വ്യത്യാസമില്ല എന്ന് പറഞ്ഞാലും മാനസിക തലത്തിൽ അത് ശരിക്കും ഒരുപാട് വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ അതുകൊണ്ട് അവരുടെ എഴുത്തിലും അത് പ്രതിഫലിക്കുന്നുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത്, ഇനി സ്ത്രീ പക്ഷാന്നും പറയേണ്ട, സ്ത്രീകളെക്കുറിച്ചുള്ള എഴുത്തുകൾ നടത്തേണ്ടത് പുരുഷന്മാർ തന്നെയാണ്. ഞങ്ങൾ ലോകത്തെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ചുള്ള എഴുത്തുകൾ ചെയ്യാനാണ് ഞങ്ങൾക്ക് താല്പര്യം. അപ്പോൾ നമ്മുടെ വലിയ വിഷയമായിരുന്നു, പക്ഷേ നമുക്ക് ഇത്രയധികം സമയമേ ഉള്ളൂ. നമുക്ക് ഈ സെഷൻ ഇനി ആർക്കും ചോദ്യങ്ങളൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്കൊരു കാര്യം ഇവിടെ വായിക്കാനുണ്ട്, ഒരു മിനിറ്റ് കൊണ്ട് എനിക്ക് തരണം. അതായത് 1929 എഴുത്തുകാരിയുടെ മുറി എന്ന പുസ്തകത്തിൽ വെർജീനിയ വുൾഫ് എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇന്നും ഈ സമയത്തും 1929 കഴിഞ്ഞ് 2025 എത്തുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത്, ഷേക്സ്പിയറുടെ സഹോദരിയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, എന്നാൽ സർ സിഡ്നി ലീയുടെ കവികളുടെ ജീവചരിത്രത്തിൽ അവളെക്കുറിച്ച് അന്വേഷിക്കരുത്. അവൾ ചെറുപ്പത്തിലേ മരിച്ചു. കഷ്ടം, അവൾ ഒരു വാക്കുപോലും എഴുതിയില്ല. എലിഫന്റ് ആൻഡ് കാസിലിന് എതിർവശത്ത് ഇപ്പോൾ ബസ്സുകൾ നിർത്തുന്നിടത്താണ് അവളെ അടക്കം ചെയ്തിരിക്കുന്നത്. ഒരു വാക്കും എഴുതാത്ത നാൽക്കവലയിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ കവയിത്രി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അവൾ എന്നിലും നിങ്ങളിലും ജീവിക്കുന്നു. ഈ രാത്രിയിൽ ഇവിടെയില്ലാത്ത മറ്റ് നിരവധി സ്ത്രീകളിലും അവൾ ജീവിക്കുന്നു. കാരണം ആ സ്ത്രീകൾ പാത്രം കഴുകുകയും കുഞ്ഞുങ്ങളെ കിടത്തിയുറക്കുകയുമാണ്. എന്നിട്ടും അവൾ ജീവിക്കുന്നു. കാരണം കവികൾ മരിക്കുന്നില്ല, അവർ അവിരാമമായ സാന്നിധ്യങ്ങളാണെന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഇപ്പോഴും നമ്മുടെ വീട് വിട്ട് പുറത്തേക്ക് പോലും പോകാൻ സാധിക്കാത്ത അനേകം സ്ത്രീകളുണ്ട് എന്നുള്ളത് ഞാൻ എൻ്റെ മാധ്യമപ്രവർത്തന ജീവിതത്തിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഈ അതിരുകളും അരുതുകളും ഒക്കെ ഭേദിച്ചുകൊണ്ട് സഞ്ചരിച്ച സ്ത്രീകളെ കേൾക്കാൻ കഴിയുക എന്ന് പറയുന്നതും നമ്മുടെ അഭിമാനമാണ്. എങ്കിലും അത്തരം സ്ത്രീകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ വിഷയം ചർച്ച പോലും ചെയ്യേണ്ടതില്ലാത്ത ഒരു കാലത്തിലേക്ക് നമ്മൾ നടക്കുകയും നമ്മുടെ സ്ത്രീകൾ എഴുതുകയും സിനിമകൾ എടുക്കുകയും തിയേറ്ററുകൾ അവതരിപ്പിക്കുകയും തുടങ്ങി സകല മേഖലകളിലും രാഷ്ട്രീയത്തിലും എല്ലായിടത്തും അവരുടെ സാന്നിധ്യം അറിയിക്കുകയും ചെയ്യുന്ന ഒരു കാലം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നമുക്കെല്ലാവർക്കും വേണ്ടി എല്ലാവരോടും ഇത്രയും നേരം ഇവിടെ ഇരുന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, അഭിവാദ്യം.